ഈയിടെയാണ് ഈശ്വർ മാൽപ്പയുടെ കേസ് വന്നപ്പോഴാണ് കുറച്ചുകൂടെ മീഡിയ പബ്ലിസിറ്റി മനോരമ മാതൃഭൂമി ഉൾപ്പെടെ എല്ലാവരും ഏറ്റെടുത്തത്. പുലാമന്തോളിലുള്ള അഷ്ടവൈദ്യരിലേറെ പാരമ്പര്യമുള്ള മൂസ് ആയുർവേദ ഈ കുട്ടീനെ ഒന്ന് മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്ക് ആക്കാൻ പറ്റുമോ? അപ്പം അവരുടെ ഒരു നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് കോമൺ ആണ്, പക്ഷെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കുക. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയുർവേദത്തിന് ഒരു സ്കോപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. വെൻ യു ആർ പ്ലാനിങ് പ്രഗ്നൻസി റീച്ച് PMIC എന്നാണ് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം. നമുക്ക് അതുകൊണ്ട് പൂർണ്ണമായും ഒരു ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് മാറ്റിയെടുക്കുക എന്നുള്ളതല്ല, എന്നാൽ അതിൻ്റെ ഒരു തോത് നമുക്ക് കുറയ്ക്കാൻ അതിൽ ഉപകാരപ്പെടും. അപ്പോൾ ശരിക്കും മോഡേൺ മെഡിസിനിലുള്ളൊരു ട്രീറ്റ്മെൻറ്റും ഇതും തമ്മിൽ എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്? ശരിക്കും നിങ്ങൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ അച്ഛനോ അമ്മയ്ക്കോ ഭർത്താവിനോ കുട്ടിക്കോ എന്നുള്ള ഉത്തരം പറയുന്നതിൻ്റെ മുന്നേ പറയേണ്ടതാണ് ഞാൻ എൻ്റെ ഉള്ളിലെ ഗട്ട് മൈക്രോബ്സിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ബ്ലഡ് റിലേഷനിലൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ബേബീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ശരിക്കും അങ്ങനെയാണോ? ലൈക്ക് കോങ്കോയിലും ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കുക അപ്പോൾ അവരുടെ മലം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ദേ ആർ ബയോളജിക്കലി വളരെ ഹെൽത്തിയാണ്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് ഡൈവേഴ്സിറ്റി ഉണ്ട്. അവിടെ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ടൊക്കെ ആയുർവേദം പഠിക്കാനും അതിനു വേണ്ടിയുള്ള കംപ്ലീറ്റ് ചെലവും അവിടുത്തെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന രീതിയിൽ. മനുഷ്യനല്ലാതെ ഒരു ജീവിയും അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കുന്നില്ല. നമ്മളല്ലാതെ വേറൊരു ജീവി 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അത് നമുക്കറിയാം ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് എക്സ്പെൻസീവ് സൈഡാണ് എന്നുള്ളത്. ഒരു എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ഫാമിലിക്ക് ഈ ജനറ്റിക് ഡിസോർഡർ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആവില്ലേ? ഇപ്പം ഞാൻ ഗുജറാത്തിൽ ഇവരെ ട്രാവൽ മീറ്റിന് പോയിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ഒരു BNA മെമ്പറാണ്. ഞാൻ ഒരാളാണ് അവിടെ ആയുർവേദം ഡിപ്പെൻഡ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു നിയർലി ഒരു 250+ മെമ്പേഴ്സ് അവിടെ ഉണ്ടായിട്ട് ആയുർവേദ കമ്പനി അല്ലെങ്കിൽ ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും മോഡേൺ മെഡിസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആയുർവേദത്തിന് ഇത് സാധിക്കുന്നത്? ഞാൻ US ഒരു ഫേമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഈ ഓട്ടിസം ഡിപ്പെൻഡ് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അവരുടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ലോക ജനതയുടെ മനസ്സിൽ കനകലിപി കൊണ്ട് എഴുതപ്പെട്ട ശാസ്ത്രമാണ് ആയുർവേദം. അതുകൊണ്ട് തന്നെയാണ് 5000 വർഷത്തോളം പഴക്കമുണ്ടായിട്ടും ഇന്നും ഒരു കോട്ടം തട്ടാതെ അത് നിലനിൽക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അടിവേരുകൾ, ഇന്ന് ലോകമെങ്ങും പടർന്നു നിൽക്കുന്ന ഈ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ അടിവേരുകൾ ചകഞ്ഞു പോകുമ്പം നമ്മൾ എത്തിപ്പെടുക മലപ്പുറം ജില്ലയിലെ 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മനയിലായിരിക്കും, പുലാമന്തോൾ മന. അവിടുത്തെ ഈ ഒരു തലമുറയിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ആര്യനും ഡോക്ടർ ശ്രീരാമൻ മൂസുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം സർ. നമ്മൾ നിങ്ങളെക്കുറിച്ച് പഠിച്ചിടത്തോളം ഇന്ന് ലോകത്തിൽ ചെയ്യാൻ കഴിയുന്ന ജനറ്റിക് ഡിസോർഡേഴ്സിൽ മാനേജ് ചെയ്യാൻ കഴിയുന്നതിൽ ആയുർവേദത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം. അതിലുപരി ചെമ്പൈ വൈദ്യ ഭാഗവതർ, അതുപോലെ യേശുദാസ്, മുൻ രാഷ്ട്രപതിയായിട്ടുള്ള KR നാരായണൻ, നമ്മുടെ ഫോമർ പ്രസിഡൻ്റായിരുന്ന VV ഗിരി, അദ്ദേഹത്തിനൊക്കെ അവരൊക്കെ ചികിത്സിച്ച് പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമായിരുന്നിട്ട് കൂടി ഇന്ന് കേരളത്തിൽ നമ്മുടെ കോട്ടക്കലൊക്കെ അറിയപ്പെടുന്ന പോലെ ആ ഒരു അത്ര രീതിയിലുള്ള ഒരു റെക്കഗ്നൈസേഷൻ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ മാർക്കറ്റിംഗ് ലെവൽ അത്രയും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മളുടെ ഒരു സീരീസ് ഓഫ് ഡോക്ടേഴ്സിന് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നു. വി ആർ സിറ്റിംഗ് സൈലൻറ്റ് ഇൻ ദ സെൻസ്. ഇപ്പോൾ ഈയിടെയാണ് ഈശ്വർ മാൽപ്പയുടെ കേസ് വന്നപ്പോഴാണ് കുറച്ചുകൂടെ മീഡിയ പബ്ലിസിറ്റി മനോരമ മാതൃഭൂമി ഉൾപ്പെടെ എല്ലാവരും ഏറ്റെടുത്തത്. അല്ലാണ്ട് നമ്മൾ അതിലേക്കൊരു ആക്ഷൻ കുറച്ചുകൂടെ കൊണ്ടുവരാത്തത് കൊണ്ടാണ് നമുക്ക് അത്ര ഒരു ഹ്യൂജായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടാതിരുന്നത്. അപ്പം നമ്മൾ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ എപ്പോഴും ചെയ്യുന്നത്. നമ്മളൊരു പേഷ്യൻ്റ് വരുന്നു, നമ്മൾ അതിൻ്റെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ കൂടുതലായിട്ട് സർവീസ് ഫോക്കസ്ഡ് ആയിട്ട് പോയി. പക്ഷേ എന്നിരുന്നാൽ പോലും ലോകത്തിലുള്ള പലരും ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ ചികിത്സ കിട്ടാതെ ഓരോ ചികിത്സയ്ക്ക് വേണ്ടി അലയുന്ന സമയത്തൊക്കെ ഇത്രയും എവിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ ശരിക്കും ഇതിന് എത്രയോ മുന്നേ തന്നെ കിട്ടേണ്ടതല്ലേ? അതെ, അതിലാണ് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സാധനം നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് ലെവലിലേക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തുക.
അപ്പോൾ അപ്പോഴാണ് ഗവൺമെൻറ് സൈഡിൽ കുറച്ചും കൂടി സപ്പോർട്ടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പബ്ലിക്കിലേക്ക് അറിയുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് പബ്ലിക്കിലേക്ക് അറിയുമ്പോൾ അത് അറിഞ്ഞത് കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ ഈ ഈശ്വർ മാൽപ്പയുടെ കേസ് വന്നപ്പോഴാണ് കുറച്ചും കൂടെ അതിന് എവിഡൻ്റ് ആയിട്ട്, അതായത് കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ട്, ആയുർവേദം സ്ലോ അല്ല, അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വന്നതുകൊണ്ടാണ് ഇപ്പോഴാണ് കുറച്ചും കൂടെ നമുക്കതിലൊരു എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് ലെവലിലേക്ക് കുറച്ചും കൂടെ പബ്ലിക് കൊണ്ടുപോയത്. നമ്മളായിട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും കുറച്ചുകൂടെ മീഡിയാസ് തന്നെ അത് കൊണ്ടുപോയത്. ഈ ഒരു കേസ് കഴിഞ്ഞപ്പോൾ എൻക്വയറീസ് ഒക്കെ ഡ്രാസ്റ്റിക്കലി കൂടിയിരുന്നു. നമുക്ക് ഈ ഒരു കേസ് കഴിഞ്ഞപ്പോൾ ഡ്രാസ്റ്റിക്കലി ഒരു കൂടി. കാരണം നമ്മളെ അടുത്ത് വന്നിരുന്ന കേസുകളിനേക്കാളും ഒരു 5-10 ഇരട്ടി കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ ഒരു കേസ്. ആൾക്കാർ കൂടുതൽ അറിഞ്ഞ് തുടങ്ങി. അതെ, കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ് നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ റീബ്രാൻഡ് ചെയ്തിരുന്നു. നമ്മൾ SRD എന്നുള്ളൊരു കാര്യത്തിന് പുലാമന്തോൾ മൂസ് എന്നുള്ള റീബ്രാൻഡിങ് നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ അതിനൊരു പബ്ലിസിറ്റി എത്താനും അതുപോലെ അതിന് ഡിപ്പെൻഡ് ചെയ്ത് കുറച്ചും കൂടി പേഷ്യൻസിന് അവർക്ക് റിലീഫ് കിട്ടാനും അതിന് ചാൻസ് ഉണ്ടായി. ഇതിപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു 100 വർഷത്തെ പാരമ്പര്യം പറയാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കോട്ടുള്ളൊരു സ്റ്റോറി, ആ ഒരു ലെഗസി പറയാനാണെങ്കിൽ അത് പുലാമന്തോൾ മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം ഉണ്ടായ കാലഘട്ടം തൊട്ട് പറയാവുന്ന ഒരു സ്റ്റോറിയാണ്. അത് അന്നത്തെ കാലത്ത് കേരളം ഉണ്ടായപ്പോൾ 32 ഗ്രാമങ്ങളാക്കി തിരിക്കുകയും അതിന് 18 മഠങ്ങളെ കൊടുത്ത് 18 വൈദ്യന്മാരെ കൊടുത്ത് അവരാണ് അഷ്ടവൈദ്യന്മാരെന്ന് പറയും. അതിലൊന്നാണ് പുലാമന്തോൾ മൂസ്. ഇപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് ശരിക്കും ഇപ്പോൾ വാഗ്ബട സമാധി ഉൾപ്പെടെ വാഗ്ബട ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 6 AD ഒക്കെയാണ്, 6 AD 7 AD ഒക്കെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയും കാലഘട്ടമായിട്ട് അവിടെ ഓരോ കാലത്തിലും അവിടെ ആയുർവേദ വൈദ്യന്മാരുണ്ടായിരുന്നു, ആയുർവേദ ചികിത്സകരുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഹിസ്റ്ററിയും അത്രയും ലെഗസി ഉള്ളൊരു ഫേമാണ് ആക്ച്വലി പുലാമന്തോൾ മൂസ്. സോ ആര്യ സർ, നമ്മൾ പുലാമന്തോൾ ഫാമിലീൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ശരിക്കും പുലാമന്തോൾ ഫാമിലിയുടെ ചരിത്രം എങ്ങനെയാണ്, എവിടെ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അതിനെ ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും? നമുക്ക് പിന്നിക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ അഷ്ടവൈദ്യൻ പുലാമന്തോൾ ശങ്കരമൂസാണ്. അദ്ദേഹം നാഗാർജുനയുടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇല്ലത്ത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ പേര് ആര്യൻ മൂസ് എന്നാണ്. അദ്ദേഹം നാഗാർജുനയുടെ ടെക്നിക്കൽ ഡയറക്ടറായിരുന്നു. അദ്ദേഹം സമാജത്തിലെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏട്ടന്മാരാണ് ഇപ്പോൾ ഈ എക്സാമിനേഷൻ ബോർഡ് കൺട്രോളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സിലബസ് തീരുമാനിക്കുകയാണ്. BAMSൻ്റെ സിലബസ് 1887 തിരുവനന്തപുരം ആയുർവേദ കോളേജ് ആദ്യമായിട്ട് കേരളത്തിൽ നിലവിൽ വരുന്നത്. ആ ഒരു സമയത്ത് അതിൻ്റെ ഒരു BAMSനൊരു സിലബസ് തീരുമാനിക്കുന്നതിനും ആയുർവേദം എന്തൊക്കെ പഠിപ്പിക്കണം, കേരളത്തിൽ പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെ വേണം എന്നുള്ളതിൻ്റെ തീരുമാനമെടുക്കുന്നതിലും ഒക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ലെഗസി ഉണ്ട്. അവർ ഷെയർഡ് ഗുഡ് ഫോർച്യൂൺ ഇൻ ദാറ്റ് വേ. പിന്നെ ഇപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിനെ ചികിത്സിച്ച് വരുന്നവരാണ്. അങ്ങനെ ഇപ്പോൾ രാജകുടുംബത്തിലാണെങ്കിലും അങ്ങനത്തെ ഒരു, ഇപ്പോഴും ലക്ഷ്മിബായി തമ്പുരാട്ടി കഴിഞ്ഞ പ്രാവശ്യം അത് കൂടി യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി ഞങ്ങൾക്ക് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ കുറേ ഒരു ലെഗസി ഇതിൻ്റെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുണ്ടാവും. സോ ഞങ്ങളൊക്കെ കൂടുതലായിട്ട് പുലാമന്തോൾ ഫാമിലിയെക്കുറിച്ചും പുലാമന്തോൾ മനയെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഇപ്പോഴത്തെ തലമുറ കൂടുതലായിട്ട് അറിഞ്ഞത് ശരിക്കും ഈശ്വർ മാൽപ്പയുടെ കേസ് ഉണ്ടായി. ഈശ്വർ മാൽപ്പയുടെ മകന് ഒരുപാട് കാലമായിട്ട് അവരുടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഈ ഒരു രോഗം, ജനറ്റിക് ഡിസോർഡർ എന്ന് പറയാം. അപ്പം അത് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് അതിലൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ്. ശരിക്കും മോഡേൺ മെഡിസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആയുർവേദത്തിന് ഇത് സാധിക്കുന്നത്? ശരിക്കും അതൊരു കാരണം, നമ്മൾ കാണുന്ന രോഗങ്ങൾ, ഞങ്ങൾ ഈ രോഗങ്ങളെ ആദ്യമായിട്ട് കാണുകയല്ല. ഈ ശരീരത്തിനുണ്ടാവുന്ന സ്റ്റിഫ്നെസ്, ശരീരത്തിനുണ്ടാവുന്ന സീഷേഴ്സ്, ശരീരത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ഇപ്പോഴും 2 BC 3 AD 6 AD ഒക്കെയുള്ള ടെക്സ്റ്റുകളാണ്. അതിൽ രേഖപ്പെടുത്തിയതിൽ നിന്നും വലിയ അതീതമായ മാറ്റങ്ങളോട് കൂടിയുള്ള രോഗങ്ങളൊന്നും ഇപ്പോഴും കാണുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യം ആ രോഗങ്ങളെ സൂചിപ്പിക്കുന്ന ഭാഗം കണ്ടെത്തുക എന്നുള്ളൊരു ഒറ്റ ചെറിയ പണിയുള്ളൂ. അത് കഴിയുന്നതോടുകൂടി അതിൻ്റെ ചികിത്സ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു ഈസി വേ ആണ് തോന്നുന്നു കുറച്ചും കൂടിയും. അതിനൊരു പേരിൻ്റെ പിൻബലം വേണ്ട, അതിനൊരു AGC1 ഡെഫിഷ്യൻസി എന്നുള്ളൊരു പേര് വേണ്ട, അതിനൊരു type 1 ഡയബറ്റീസ് എന്നുള്ളൊരു പേര് വേണ്ട. അതിനൊരു ടെർമിനോളജി അല്ല ആവശ്യം,
ആ ലക്ഷണങ്ങൾ കാണുന്നു, ആ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ആലോചിച്ചു. ആ കുട്ടികളിലുള്ള ലക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുള്ള ലക്ഷണങ്ങളാണ്, ഞങ്ങൾ അതിനെ ചികിത്സിച്ച് പരിചയമുള്ളതാണ്. അത് ചികിത്സിക്കാൻ അവരെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. ആകെ ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊരു ശരീരത്തിലാണ്, ഇതിലെന്തും സംഭവിക്കാം. ഈ ഒരു കൊറോണ വന്നിട്ട് 2 കൊല്ലം റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത മനുഷ്യരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇതിലൊക്കെ എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴുള്ള എല്ലാ വെല്ലുവിളികളും ഈ ഒരു കുട്ടിയുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി, അതിലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റി. അവരുടെ ഒരു പൂർണ്ണമായ ചികിത്സയായി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, അതിലിനിയും മുന്നോട്ട് നീങ്ങാനുണ്ട് നമുക്ക്. അപ്പം അതൊരു പൂർണ്ണതയിലെത്തുന്നവരെ നമുക്കതിൻ്റെ പിന്നാലെ പോകണം. അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ചികിത്സിക്കുമ്പോഴുള്ള വെല്ലുവിളികൾ അതൊരു ഷോർട്ട് ടേമിൽ നമുക്ക് ഉത്തരം എത്തിക്കാവുന്ന ചോദ്യങ്ങളായിരിക്കില്ല. ചോദ്യത്തിന് ഒരു ഡയറക്റ്റ് ഉത്തരമില്ല. ആ ഒരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അതിനുള്ള ശ്രമം ഏത് കാലത്തും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ ഒരു കംപ്ലീറ്റ് ക്യൂർ അല്ലെങ്കിൽ ഒരു മാനേജിങ് എന്നുള്ളതിൽ തന്നെയാണല്ലോ ഇപ്പം ആയുർവേദ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ജനറലി ഉള്ളത്? ഇപ്പം ഓരോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസിനും കണ്ടീഷൻസിനും വേറെ വേറെ ട്രീറ്റ്മെന്റ് ആണ്. എന്നാൽ പോലും നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് ഏതൊക്കെ ടൈപ്പ് ട്രീറ്റ്മെന്റ്? സാധാരണ ട്രീറ്റ്മെന്റ് എന്നുള്ളൊരു ആസ്പെക്റ്റ് മാത്രമല്ല ഒരു രോഗത്തിനെ ചികിത്സിക്കുമ്പോൾ ഉണ്ടാവുക. അതിൻ്റെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അവരുടെ ശരീരത്തിൽ ചെയ്യുന്ന എക്സസൈസുകൾ കാര്യങ്ങൾ പോലത്തെ മാറ്റങ്ങൾ വേണ്ടി വരും. അതുപോലെ അവർക്ക് ട്രീറ്റ്മെൻറ്റുകളാണെങ്കിലും ഇപ്പോൾ ശരീരത്തിൽ എണ്ണ തൊടാൻ പറ്റുന്ന ശരീരമാണോ എന്ന് പോലും അറിയില്ല. എണ്ണ തൊടാൻ പറ്റാത്ത ശരീരമാണെങ്കിൽ എണ്ണയില്ലാത്ത ചികിത്സകൾ, ഇപ്പോൾ കഷായധാരകൾ, തക്രധാരകൾ, അല്ലെങ്കിൽ പൊടി ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകൾ, പ്രഥമന പോലത്തെ നസ്യങ്ങൾ പോലത്തെ മൂക്കിലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന പൗഡർ ഇൻസ്റ്റലേഷൻ പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ, ഗാർഗിളിങ് പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ, അങ്ങനെ പല ഏത് ഭാഗത്ത് ഒരു ബ്രെയിനിൻ്റെ ഒരു ആക്ടിവേഷൻ വേണം. ഇപ്പം കണ്ണിൽ അഞ്ജനം എഴുതുന്ന പോലത്തെ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അത് നമുക്കിപ്പം ഒരു ഒപ്റ്റിക് നെർവിനാണ് അല്ലെങ്കിൽ അവിടെ നമ്മുടെ വിഷ്വൽ കോർട്ടക്സിക്കാണ് ഒരു ഇമ്പൾസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി അത് അവരുടെ കണ്ണിലേക്ക് കൊടുക്കുന്ന ഒരു ഇമ്പൾസ് ആയിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും എങ്ങനെ ഈ കുട്ടിയുടെ തലച്ചോറിനെയോ ശരീരത്തിനോ ഉപകാരപ്രദമായൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആലോചിക്കുക, അതിനായിട്ട് വർക്കൗട്ട് ചെയ്യുക, അതിനായിട്ട് ഡിസ്കഷൻസ് കൊണ്ടുവരിക, അതിനുവേണ്ടി ഒപ്പമുള്ള ഡോക്ടർ പിയേഴ്സിനോട് തല്ലുകൂടുക, അതിലൊരു നല്ല ഉത്തരത്തിലേക്ക് എത്തിക്കുക. അത്ര ആണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്ക് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും മോഡേൺ മെഡിസിനിലുള്ളൊരു ട്രീറ്റ്മെൻറ്റും ഇതും തമ്മിൽ എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് ശരിക്കും? മോഡേൺ മെഡിസിൻ അതിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു കൾഡിസാക്കാണ്. നമുക്ക് ഇന്നൊരു രോഗം ഇന്നൊരു അപ്രോച്ച്, അത് എല്ലാവർക്കും ഇന്നൊരു അപ്രോച്ച് എന്നുള്ള രീതിയിലാണ്. ആയുർവേദം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. ബ്രെയിൻ കംപ്ലീറ്റ്ലി, നിങ്ങൾക്കും എനിക്കും ഒരേ ഇടി തന്നാൽ പോലും നിങ്ങളും ഞാനും അനുഭവിക്കുന്ന വേദന ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളും ഞാനും കാണുന്ന ചുവപ്പ് ഒരേ ചുവപ്പാണെന്ന് പറയാൻ പറ്റില്ല. ഇത്ര വ്യത്യാസം നിലനിൽക്കുന്നതിലും മരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വേണമെന്നുള്ള ആവറേജുകളിൽ വർത്താനം പറയുമ്പോൾ നമുക്കതിൻ്റെ വലുപ്പം മനസ്സിലാവില്ല, നമുക്കതിൻ്റെ അപകടം മനസ്സിലാവില്ല. എപ്പോഴും ആവറേജുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുള്ളത്, ഒരു 5 വയസ്സുള്ള ഒരു 5 കുട്ടികളെയും 95 വയസ്സുള്ള 5 ആൾക്കാരെയും നിങ്ങൾ റൂമിൽ കയറ്റി അടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആവറേജ് വയസ്സ് 50 ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഇമ്പാക്റ്റ്, നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഞെട്ടുന്ന ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ആവറേജുകൾ കൊണ്ട് നിങ്ങൾ ചികിത്സിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതൊരു ശരീരമാണെന്നും ഇതെല്ലാ ശരീരങ്ങളും വ്യത്യസ്തമാണെന്നും തിരിച്ചറിയണം. എല്ലാവർക്കും 6 അടി ഹൈറ്റും 150 LBS വെയിറ്റും വേണമെന്ന് വാശി പിടിക്കുന്നിടത്താണ് നമ്മൾ മനുഷ്യർ തമ്മിലുള്ള മാറ്റത്തിനെ കുറിച്ചും ചിന്തിക്കേണ്ടത്. അമേരിക്കയിലുള്ള സ്റ്റാൻഡേർഡ്സ് ആവില്ല ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അമേരിക്കയിലുള്ള ഒരു മുടിയഴ പോലും ആവില്ല ഇവിടെയുള്ള മുടിയഴ. വ്യത്യസ്തമാണ് നമ്മൾ. അപ്പോൾ വ്യത്യസ്തമായിരിക്കും
ചികിത്സകൾ. ആയുർവേദം അങ്ങനെ പേഴ്സണലൈസ്ഡ് ആണ്, ഒരിക്കലും അതിനൊരു കോമൺ ചരടിൽ കെട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും മോഡേൺ മെഡിസിനിലെ ആളുകളൊക്കെ തലകുത്തി പറഞ്ഞിട്ട് പോലും ഇതിൽ എവിഡൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒരു ആവറേജ് കണക്കെടുക്കാതെ ആളുകളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് ആയുർവേദത്തിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ ഇപ്പം ആവറേജുകൾ കൊണ്ട് ചികിത്സിക്കുമ്പോൾ ഗുണകരമായ കാര്യം എന്താണ്? നമുക്ക് 10-8 ആൾക്ക് നല്ലതായിട്ടുള്ള ഒരു സാധനം 2 ആൾക്ക് മോശമാണെങ്കിലും കുഴപ്പമില്ല, 8 ആൾക്കാർക്ക് നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കുക, അത് മുന്നോട്ട് പോവുക. നമ്മൾക്ക് അത് സാധിക്കില്ല എന്ന്. ഞങ്ങൾക്ക് 10-10 ആൾക്കും വ്യത്യസ്തമായത് കൊടുത്താലും ശരി നല്ല റിസൾട്ടിൽ എത്തിക്കണം എന്നുള്ള വാശിയുണ്ട് എന്ന്. അതുകൊണ്ട് അതിൽ ഫോക്കസ്ഡ് ആവും നമ്മുടെ വർക്ക്. അതിനൊരു ബ്ലൈൻഡായിട്ട് പോകാൻ പറ്റില്ല. അത് എല്ലാവർക്കും അതേപോലെ ചെയ്യാൻ പറ്റും. അതിനൊരു കോമൺ പ്രോട്ടോകോൾ ഉണ്ടെങ്കിലാണ് എല്ലാവരും സ്പൂൺ ഫീഡ് ചെയ്ത് നിങ്ങൾ ഈ രോഗം വരുമ്പോൾ ഈ മരുന്ന് കൊടുത്തോളൂ എന്ന് പറയാൻ പറ്റുക. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത്, ഇതിൻ്റെ ഒരു ആർട്ട് പഠിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. കാരണം ഇതിന് കാണാപ്പാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തലവേദനയ്ക്ക് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് പറയാൻ ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് തലവേദനയ്ക്ക് ചിലപ്പോൾ തരുന്ന മരുന്ന് വേറെ പല രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു മരുന്നായിരിക്കും. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ തലവേദന മാറി വരുന്നുണ്ടോ എന്നുള്ളതേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. അതിൽ ഫോക്കസ്ഡ് ആണ് വർക്ക്. ശ്രീറാം സാർ നേരത്തെ പറയുകയുണ്ടായി, നമ്മൾ പുലാമന്തോളിനെ റീബ്രാൻഡ് ചെയ്തിട്ട് നമ്മൾ SRD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അവിടെ നിങ്ങൾ എല്ലാ തരത്തിലുള്ള ചികിത്സയും കൊടുക്കുന്നുണ്ടാവുമല്ലോ, ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള. പിന്നെ ഇപ്പം നമ്മൾ ചെറിയ രീതിയിലൊന്ന് റെഫർ ചെയ്തപ്പോൾ PMIC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഇനീഷ്യേറ്റീവ് കൂടെ കാണുകയുണ്ടായി. അത് ശരിക്കും എന്താണ്? ശരിക്കും ജനറ്റിക് ഡിസോർഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാത്രം എടുത്തിട്ടുള്ള അതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണ്. ആക്ച്വലി ജനറ്റിക് ഡിസോർഡേഴ്സും ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സും ഉണ്ട്. ജനറ്റിക് ഡിസോർഡേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ക്രോമസോമലിൻ്റെ അബ്നോമാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും DNA-ക്കുള്ള മ്യൂട്ടേഷൻ കൊണ്ടോ, അതുപോലെ കോമൺ ആയിട്ട് അല്ലാതെയുള്ള ഫാക്ടേഴ്സ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ. അല്ലാതെ തന്നെ ഇപ്പോൾ ഓട്ടിസം സ്പെക്ട്രം പോലുള്ള ഡിസീസുകൾ, ADHD പോലുള്ള രോഗങ്ങൾ, അതൊക്കെ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിൽ വരുന്ന കണങ്ങളാണ്. അപ്പോൾ ഇതിനൊരു ആക്ച്വലി പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ ഉണ്ടോ ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ആസ്പെക്റ്റിലാണെങ്കിലും അതിന് സ്പെഷ്യാലിറ്റി ഒരു ക്ലിനിക്ക് നമ്മൾ എങ്ങനെ രൂപം കൊടുക്കണം. അപ്പോൾ അതിന് ഫ്രം ദ ബർത്ത് അല്ലെങ്കിൽ ബിഫോർ ദ ബർത്ത് വെൻ പ്ലാനിങ് പ്രഗ്നൻസി മുതൽക്ക് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ നല്ലൊരു ഓവം, നല്ലൊരു സ്പേം ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു ഒരു പ്രഗ്നൻസി ഉണ്ടാക്കിയെടുക്കാൻ. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനെ ബിഫോർ വെൻ യു ആർ പ്ലാനിങ് പ്രഗ്നൻസി റീച്ച് PMIC എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അത് പറയുന്നതിൻ്റെ കാര്യം നമുക്ക് അതുകൊണ്ട് പൂർണ്ണമായും ഒരു ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് മാറ്റിയെടുക്കുക എന്നുള്ളതല്ല, എന്നാൽ അതിൻ്റെ ഒരു തോത് നമുക്ക് കുറയ്ക്കാൻ അതിൽ ഉപകാരപ്പെടും. അതിലൊന്നാണ് ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ്. അതിൽ പ്രീനേറ്റലുണ്ട്, ആൻറ്റിനേറ്റലുണ്ട്, പോസ്റ്റ്നേറ്റലുണ്ട്. അതിലുള്ള എല്ലാ സൈഡും ഡിസീസറായിട്ടുള്ള കണ്ടീഷൻസിൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ സൈഡും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ആക്ച്വലി പുലാമന്തോൾ മൂസ് ഇൻഹെറിറ്റഡ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രൂപം കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ ഈശ്വർ മാൽപ്പയുടെ ഒരു കേസ് വന്ന ശേഷം നമ്മൾ ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം വേണം എന്നൊരു കാര്യം ആലോചിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് എൻക്വയറീസ് അതിനുശേഷം നിങ്ങൾക്ക് വന്നു തുടങ്ങി. അതെ, വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു 3 ഇരട്ടിയോ 5 ഇരട്ടിയോ ഒക്കെ കൂടുതൽ നമുക്ക് അങ്ങനത്തെ കേസുകൾ ഇപ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്തും ഇത്രയധികം കേസുകൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് ശേഷമാണ്. കേസുകൾ ഉണ്ടായിരുന്നു, അപ്പോഴും സൈലൻ്റ് ആയിട്ട് ഒരു കാരിയർ പോലെ അതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു, X or Y ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് അല്ലാതെ ഇത്രയധികം കേസുകൾ നമ്മളവിടെ ഉണ്ടെന്നും ഇതിന് നമുക്കൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായത് അതിന് ശേഷമാണ്. നമ്മളിപ്പോൾ പ്രഗ്നൻസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യം, പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ബ്ലഡ് റിലേഷനിലൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ബേബീസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണുള്ളത്. അത് ശരിക്കും അങ്ങനെയാണോ? ലൈക്ക് മോർ ചാൻസസ് അതിനുണ്ടോ? ഇപ്പോൾ കൺസാങ്ക്വിനിറ്റി എന്നാണ് അതിനൊരു നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പോൾ അതിന് ചാൻസസ് ഉണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതൊരിക്കലും എന്ത് പറയുന്നില്ല, അത് അങ്ങനെ ചെയ്താൽ അങ്ങനെ വരും എന്നൊരു കാര്യം പറയുന്നില്ല. ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന കേസുകളാണെങ്കിലും ഞങ്ങൾ കേൾക്കുന്ന കേസുകളാണെങ്കിലും ഈ ഒരു കാര്യം അതിലെപ്പോഴും ഹിഡൻ ആയിട്ട് കിടക്കാറുണ്ട്. അല്ലെങ്കിൽ വൈഫ് ഇന്നതാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇന്നതാണ്, നിങ്ങൾ ബ്ലഡ് റിലേറ്റഡ് ആണെന്നുള്ളൊരു കാര്യം പല കേസുകളും കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു അനുമാനിക്കാൻ പറ്റില്ല അത് കാരണം കൊണ്ട് മാത്രം വരുമെന്നോ. അല്ലാത്ത കേസുകളും ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് റിലേഷനിൽ മാരേജ് കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളുണ്ട്. ചിലപ്പോൾ അവർ പ്രീ കൺസീവിങ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള അവരുടെ സ്പേമിൻ്റെ ഓവത്തിൻ്റെയും ക്വാളിറ്റി ചെക്ക് ചെയ്ത ശേഷം നന്നായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ടാവും. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം അതിൽ ഇരിക്കാറുണ്ട്. സാധാരണ അങ്ങനത്തെ കേസുകളും കിട്ടാറുണ്ട്. ഇപ്പം PMIC കുറച്ചുകൂടി അഗ്രസീവായിട്ട് നല്ല രീതിയിലൊക്കെ കുറച്ച് കാലത്തിന് ശേഷം നല്ല
അഗ്രസീവായിട്ട് വരിക എന്ന് വിചാരിച്ചോ? അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ ജനിതകപരമായിട്ട് പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന് അവരുടെ ആ ഒരു ജീനെ റിപ്പയർ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടോ? കോൺഫിഡൻസ് ഇൻ ദ സെൻസ് നമുക്ക് കോൺഫിഡൻസ് ഇപ്പം എന്നോട് ചോദിച്ചാൽ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയും. പക്ഷേ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് ആ റിസൾട്ടിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എഫേർട്ടുകളാണ് എടുക്കുന്നത്. ഇപ്പോൾ PMIC ആക്ച്വലി അങ്ങനെ ഒരു എഫേർട്ടാണ്. വി ഡോണ്ട് നോ അബൌട്ട് ദ ഫ്യൂച്ചർ. അതായത് PMIC ഫ്യൂച്ചർ എന്താണെന്നുള്ളൊരു എക്സാക്ട് പിക്ചർ നമ്മൾ എടുത്തില്ല. നമുക്ക് ഉണ്ട് ആക്ച്വലി PMIC ഇങ്ങനെയാണ്, വി ആർ പ്ലാനിങ് ലൈക്ക് ദിസ് ആൻഡ് വി ആർ ഗോയിങ് ലൈക്ക് ദിസ്. അത് ഇങ്ങനെ തന്നെ ആയി വരണം എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ ആയി വരുമോ എന്നുള്ള കാര്യം നമുക്കൊരു ഒരു 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 എന്താ പറയുക പ്രിജുഡിസ്റ്റിക് ആയിട്ട് ആൻസർ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്. കാരണം നമുക്കതൊരു ഒരു ഒരു ന്യൂട്രലായിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആയുർവേദത്തിന് ഇതിൽ സാധ്യതകളുണ്ട്. അത് തുറന്നു നോക്കാതെ നമ്മൾ അതിനെ അടച്ചു വെക്കരുത് എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പേടിയില്ലാതെ ഒരു പ്രസവത്തിലേക്ക് അങ്ങനത്തെ ആൾക്കാരെ എത്തിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ വിജയമാണ്. അതുകൊണ്ട് അവിടെ ഒരു സൂപ്പർ ഹ്യൂമൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അതെത്താൻ സാധിക്കുന്നു. ശരിക്കും അത് അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം ഇപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. പക്ഷേ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക്, പാരമ്പര്യമായിട്ട് ജനിതക രോഗങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുപ്പം തൊട്ടേ കൃത്യമായിട്ടുള്ള ഡയറ്റും ലൈഫ് സ്റ്റൈലും ഒക്കെ പാലിച്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്തായാലും പറ്റും. ആയുർവേദം എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു രോഗം വരാതിരിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. ഒരു രോഗം വന്നു എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിട്ടയായ വ്യായാമം, അതിനു വേണ്ടി കൃത്യമായ ഉറക്കം, അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അതായത് ലൈഫ് സ്റ്റൈൽ നന്നാക്കുക, ഭക്ഷണം നന്നാക്കുക, ശേഷമാണ് ഔഷധത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒരു രോഗം രോഗം മാനിഫെസ്റ്റ് ചെയ്തു, ഇപ്പം HLA-B27 എന്നുള്ള ഒരു ജനറ്റിക് എറർ ഉള്ള ഒരാളിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഇന്നതാണ്. അതിനെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ ആയുർവേദത്തിൽ അതിൻ്റെ ഒരു ഫോക്കസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, ഭക്ഷണ രീതികൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികൾ നന്നാക്കി കഴിഞ്ഞ് ഈ രോഗം വരില്ല എന്നുള്ളതല്ല, വന്നു കഴിഞ്ഞാലും അതിനെ ചികിത്സിക്കാനും അതിന്ന് ഒരു ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള നല്ലൊരു ഔട്ട്കം കൊടുക്കാനും നമുക്ക് എന്തായാലും സാധിക്കും. അതിലൊരു തർക്കവും ഇല്ല. അതിൽ ഈ ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിലെല്ലാ ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തന്നെ മരുന്നിന് പ്രാധാന്യമുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ ഈ ഒരു 5000 വർഷങ്ങൾക്ക് മുന്നെയാണ് ആയുർവേദത്തിന് അത്ര കാലത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പം അഷ്ടാംഗ ഹൃദയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരുവിധം സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ആയുർവേദത്തിനെ കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചരക സംഹിതയായിരിക്കും കൂടുതൽ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഇതെങ്ങനെയാണ് മെർജ് ആവുക എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ രോഗങ്ങൾക്കുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമായിരുന്നു? ഇല്ല, ഇതിലെന്താ അറിയോ, നമ്മൾ ഇപ്പം അന്നുണ്ടായിരുന്ന രോഗങ്ങൾ, ഞങ്ങളെപ്പോഴും രോഗങ്ങളെ സന്ദർപ്പണോത്തം അപതർപ്പണോത്തം എന്നുള്ള രീതിയിൽ രണ്ടായിട്ട് തിരിച്ചിട്ടാവും നമ്മളൊരു രോഗത്തിനെ കാണുക. സന്ദർപ്പണോത്ത രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിൻ്റെ അധികമായ ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങളും ഭക്ഷണത്തിൻ്റെ ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന രോഗം. ഇപ്പോൾ ഉള്ളത് സന്ദർപ്പണോത്ത രോഗങ്ങൾ മാത്രമാണ്, അധികമാണ്, അല്ലാണ്ട് കുറവുള്ളത് കൊണ്ടല്ല. അങ്ങനെയുള്ള രോഗങ്ങളിൽ വേണ്ട വ്യായാമം പറയുന്നുണ്ട്, വേണ്ട പഥ്യം പറയുന്നുണ്ട്, അത് അഡോപ്റ്റ് ചെയ്താൽ മാത്രം മതിയെന്ന്. നമുക്ക് കാലഘട്ടം മാറുന്നുണ്ടെങ്കിലും മനുഷ്യനുണ്ടായ കാര്യങ്ങളിൽ മാറ്റങ്ങളില്ല. അന്ന് കുറച്ചും കൂടി കൂടുതൽ ആക്റ്റീവായിരുന്നു, കുറച്ചും കൂടി ഒരു മനുഷ്യനല്ലാതെ ഒരു ജീവിയും അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കുന്നില്ല. നമ്മളല്ലാതെ വേറൊരു ജീവി 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനൊക്കെ പറയാറുണ്ട്, ഞാൻ OP യിലിരിക്കുമ്പോഴേ ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും മോശപ്പെട്ട ജോലിയെന്ന്. രാവിലെ നീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒരു കസേരയിൽ പോയിരിക്കുന്നു, നാക്ക് മാത്രം ഇളക്കുന്നു. ഇതൊരു ജോലിയായിട്ട് കരുതാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അധ്വാനിച്ചോളണം, എൻ്റെ
കഴിച്ച ഭക്ഷണത്തിൻ്റെ ആനുപാതികമായിട്ട്. അതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് രോഗങ്ങൾ വരും, ഞാൻ അതിന് സക്കംബഡായി പോവുകയും ചെയ്യും. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു രോഗം വരുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അത് ആയുർവേദത്തിൽ എത്രയോ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് ജസ്റ്റ് അഡോപ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് നമുക്ക് പുതിയതായിട്ട് ആഡപ്പ് ചെയ്യണോ, പുതിയതായിട്ട് ആഡപ്പ് എന്ത് ചെയ്യാനുണ്ടെങ്കിലും അത് സ്വീകരിക്കാമല്ലോ. അതിനെന്താ, വിവരത്തിന് ഒരു അതിർവരമ്പുകളില്ലല്ലോ. അത് ആരോഗ്യത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ അത് പുറത്തുനിന്ന് പറയണതാണ്, അത് ശരിയാണെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലാണ്ട് നമുക്ക് അതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പക്ഷേ ഇപ്പം പണ്ടത്തെ ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഒരുപാട് പുതിയ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്നോന്നറിയില്ല, ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ കൂടുതലായി ഡയഗ്നോസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഡയബറ്റിക് പോലുള്ള കാര്യങ്ങൾ, കൊളസ്ട്രോൾ, BP, അതിലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ശരിക്കും വന്നിട്ടില്ലേ? പ്രമേഹം ഞങ്ങളുടെ ഒരു ചാപ്റ്ററാ. ഒരു 10-70ഓളം ശ്ലോകങ്ങൾ പറയുന്നൊരു വലിയ ചാപ്റ്ററാ. പ്രഭൂത ആവിലമൂത്രത എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങൾ പറയണത്. മൂത്രത്തിൻ്റെ അളവ് കൂടുതലായി തുടങ്ങും അതിൻ്റെ ലക്ഷണം എന്നുള്ളതാണ്. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. ആ പ്രമേഹത്തിൽ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ചികിത്സയിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ പഥ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ കുറേ എണ്ണം നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതുണ്ട്. അത് അഡോപ്റ്റ് ചെയ്യാം. അന്ന് പ്രാക്ടിക്കലായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് ആട് മേയ്ക്കാൻ പോകാൻ പറയുന്നുണ്ട്. പട്ടിണി വേണം, ഒരുപാട് ദൂരം നടക്കണം എന്നുള്ള രീതിയിലുള്ള കോട്ടുകൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അത് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അവരോട് ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറയാം, എക്സസൈസ് കൂട്ടാൻ പറയാം. ഇതിനെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ആ പറഞ്ഞ ശാസ്ത്രഭാഗം അവിടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ ചികിത്സകൾ കിടക്കുന്നുണ്ട്. അത് കണ്ടുപിടിച്ചത് കുറവായിരുന്നില്ല. ഇന്ന് ആ രോഗം കൂടുതൽ തന്നെയാണ്. അതിൻ്റെ കാരണം നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസാണ്. അല്ലാണ്ട് അതിനൊരു ടെക്നോളജി വന്നു എന്ന് വിചാരിച്ച് കൂടുതൽ കണ്ടുപിടിക്കുന്നു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പ്രമേഹ രോഗികൾ അന്നുണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും തമ്മിൽ നമുക്ക് തന്നെ കണ്ണിന് മുന്നിൽ നമുക്ക് തെളിവുകളായിട്ടുണ്ട്. എണ്ണം കൂടുക തന്നെയാണ്. അത് ഗ്ലോബലി ഉള്ള ഒരു ഇവൻ്റാണ്. നമുക്കത് കേരളത്തിൽ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഗ്ലോബലി ഡയബറ്റിക് കൂടുതലാവുന്നുണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടാണ് പറയുന്നത്. എത്ര വേഗമാണ് അത് പടർന്നു പിടിക്കുന്നത്. ശരിക്കും അത് കമ്മ്യൂണിക്കബിൾ അല്ലേ എന്ന് തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒന്നുകൊണ്ടല്ല, അത് പടരുന്ന വേഗത. കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസസ്. ഇപ്പോൾ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സ്റ്റഡി പുറത്തു വന്നു. 20ഓളം യുവാക്കളിൽ ഹാർട്ട് അറ്റാക്ക് മൂലം അകാരണമായ മരണത്തിൻ്റെ ഒരു റിപ്പോർട്ട്. എന്ത് കോമൺ ആണ്, നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 30-35 വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കാരണമായിരിക്കാം, മോഡേണൈസേഷൻ കാരണമായിരിക്കാം, അതിന് ഭക്ഷണത്തിൻ്റെ ലഭ്യത, അന്നുള്ള ദാരിദ്ര്യം മാറി നമ്മളൊരു മോഡേൺ സിവിലൈസേഷൻ ആകുമ്പോൾ വരുന്ന ഭക്ഷണത്തിൻ്റെ വർധനവ്. അന്നൊന്നും നമുക്ക് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് നടന്നു വരിക എന്ന് പറഞ്ഞാൽ ഒരു പേടിയുള്ള കാര്യമായിരുന്നില്ല. ഇന്നത്തെ കുട്ടികളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിക്കാൻ പേടി അവർക്ക്. അവർ ചെയ്യണ്ട, അവർ ആലോചിക്കാൻ പേടിക്കുന്നു എന്നുള്ളത് ശരിക്കും നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. അവരെ എക്സസൈസ് ചെയ്തൊരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ അടുത്ത ജനറേഷനെ ചികിത്സിക്കാൻ മാത്രമേ നമുക്ക് ഒഴിവുണ്ടാവുള്ളൂ. കമ്മിങ് ബാക്ക് ടു ജെനറ്റിക് ഡിസോർഡേഴ്സ്, അത് നമുക്കറിയാം. ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് എക്സ്പെൻസീവ് സൈഡാണ് എന്നുള്ളത്. അപ്പോൾ ആയുർവേദത്തിലും എങ്ങനെയാണത്? ഇപ്പോൾ ഒരു എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ഫാമിലിക്ക് ഈ ജെനറ്റിക് ഡിസോർഡർ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആവില്ലേ? ഇപ്പം ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്നല്ല, ബേസിക്കലി നമ്മൾ 21 ഡേയ്സോ ഒരു 30 ഡേയ്സിന് മുകളിലേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എക്സ്പെൻസ് വരും. ഇപ്പം നമ്മുടെ ഒരു റൂളുണ്ട് ആക്ച്വലി 50-30-20 എന്ന് പറഞ്ഞിട്ട് റൂൾ തന്നെ നമുക്ക് പറയേണ്ടത്. ഒരു 50% ആൾക്കാർ കുറച്ച് എക്കണോമിക്കലി നല്ല ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇൻഷുറൻസിനെ കുറിച്ച് അറിവുള്ള ആൾക്കാരുണ്ടാവും. 30% എക്കണോമിക്കലി ഇല്ലെങ്കിൽ അവർക്കൊരു ഇൻഷുറൻസ് ബേസ്ഡായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഒരു 20% ആൾക്കാർ ആക്ച്വലി ഇൻഷുറൻസും ഇല്ല, എക്കണോമിക്കലി ഹൈയും അല്ലാത്ത ആൾക്കാരുണ്ടാവും.
അപ്പോൾ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾ ആയുർവേദ തണൽ എന്നുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആയുർവേദ തണൽ ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ ആയുർവേദ തണൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ അണ്ടറിൽ ഇപ്പോൾ എല്ലാ മാസവും ഓരോരുത്തരായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ ഒരു കേസ് വന്ന ശേഷം കുറേ കൂടെ അതിന് വിസിബിലിറ്റി കിട്ടി. അപ്പോൾ ഈ പറയുന്ന എക്സ്പെൻസിനെ ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് ഈ ആയുർവേദ തണൽ വെച്ചിട്ടാണ്. മുൻപേ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ ചെയ്യുന്നു. ഫൗണ്ടേഷൻ അണ്ടറിൽ ഇപ്പം ഫൗണ്ടേഷനിലേക്ക് ഫണ്ട് പോകുന്നത് ഞങ്ങളുടെ പേഴ്സണൽ പ്രോഫിറ്റ് നിന്ന് പോയിട്ട് ഫൗണ്ടേഷൻ ഞങ്ങൾ എടുത്തിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അതിൽ മെഡിക്കൽ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഫ്രീ ആയിട്ട്. ഞങ്ങൾ മന്ത്ലി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാത്തിലും വെനസ്ഡേ എന്നൊരു ദിവസത്തിൽ ഞങ്ങൾ ഫ്രീ OP കൊടുക്കാറുണ്ട്. അതിൽ മെഡിസിൻസിൻ്റെ ഒരു പെർസെൻറ്റേജ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആക്ച്വൽ അതിൻ്റെ മേക്കിംഗ് കോസ്റ്റിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അഡ്മിഷൻ എടുക്കാറുണ്ട്. അഡ്മിഷൻ എടുക്കേണ്ട കേസുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ പാനൽ തീരുമാനിക്കുകയാണ് ഇന്ന ആൾക്ക് അഡ്മിഷൻ വേണം, അയാൾക്ക് അത് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ യു വിൽ ടേക്ക് അഡ്മിഷൻ ഇൻ ദാറ്റ്. ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ ഭക്ഷണം, താമസം, ട്രീറ്റ്മെൻറ്റ്, അവരുടെ ബാക്കി എല്ലാ ചിലവും ഞങ്ങൾ തന്നെ എടുത്തിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈശ്വർ മാൽപ്പേനെ ചെയ്താണെങ്കിൽ ഞങ്ങൾ ആ തണലിൻ്റെ കീഴിൽ തന്നെയാണ് ചെയ്തത്. അതതിൻ്റെ മുന്നേ ആ ഈശ്വർ മാൽപ്പേനെ ചെയ്യണതിൻ്റെ മുന്നത്തെ മാസവും അഡ്മിറ്റ് ഉണ്ടായിരുന്നു. ഈശ്വർ മാൽപ്പേനെ ചെയ്തപ്പോൾ ഈശ്വർ മാൽപ്പേനെ ശ്രീരാമൻ ഡോക്ടർ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്തതാണ്. ആ സമയത്ത് അവിടെ അല്ലാതെ ഒരു തണലിലൊരു അഡ്മിറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ മറ്റേ അവിടുത്തെ ഓഫീസ് സ്റ്റാഫുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വന്നു. 2 തണൽ സാധാരണ അങ്ങനെ അനുവദിക്കാറില്ല. നമ്മൾ അതൊരു സ്പെഷ്യൽ കേസായിട്ട് എടുത്ത് അങ്ങനെ അനുവദിച്ചാണ്. അല്ലെങ്കിൽ എല്ലാ മാസവും ഇപ്പോൾ ഒരു 3-4 മാസത്തേക്ക് ബുക്ക്ഡാണ് തണലിൽ ആര് അഡ്മിറ്റ് ആവണം എന്നുള്ളത്. എക്കണോമിക്കലി ബാക്ക്വേർഡാണ്, അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് നിവൃത്തിയില്ല. അങ്ങനെയുള്ള കേസുകൾ തണലിലേക്ക് മാറ്റി ബുക്ക് ചെയ്യിപ്പിക്കുക. അവരെങ്ങനെയെങ്കിലും അഡ്മിറ്റ് എടുത്ത് എന്തെങ്കിലും അവർക്കൊരു റിസൾട്ട്, അവരുടെ ഫാമിലി ഒരാളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മാത്രമല്ല അതിലൊരു മാറ്റം, അത് അവരുടെ ഫാമിലിയെ സപ്പോർട്ടീവാണ്, അവരുടെ ലൈഫ് മാറും. അതാണ് അതിലൊരു. ഇപ്പോൾ തണലിൻ്റെ കൗണ്ട് കൂടിയപ്പോൾ ഞങ്ങൾ ഹാഫ് പ്രൈസിനും കൂടെ ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്നൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിന് മുകളിൽ ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2000-2500 രൂപ ഒരു റൂമിനാവും എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഒരു 100-400 രൂപയിൽ ആ ഒരു ഡേയുടെ റെൻറ്റ് തീർന്നു കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ആ ബില്ലിൽ ആ മാറ്റം വരും. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള എല്ലാ മാറ്റങ്ങളും അതിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും ഇൻഷുറൻസ് ആയുർവേദ ചികിത്സയിൽ അപ്ലിക്കബിൾ ആണോ? ഇൻഷുറൻസ് അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ അതിന് ഓരോ ഇൻഷുറൻസിലും അതിനൊരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ആയുഷ് ചികിത്സയ്ക്ക് ഇത്ര രൂപ, ഇത്ര രൂപ എന്നുള്ളത് ഒരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിമിറ്റ് വരുന്നതിൽ എന്തും നമുക്ക് അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ ഞങ്ങളെടുക്കുന്ന റീഇംബേഴ്സ്മെൻറ്റ് സ്കീമുകളാണ് ഞങ്ങൾ കൂടുതൽ എടുക്കുക. അവർ ആദ്യം പേ ചെയ്യാം, പിന്നെ തിരിച്ച് പേ ചെയ്യാം. അപ്പം ക്യാഷ്ലെസ് വരുന്നുണ്ട്, അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ക്യാഷ്ലെസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ആക്ച്വലി വളരെ എഫക്റ്റീവായിട്ട് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പബ്ലിക്കിന് അറിയാതിരിക്കുന്ന ഒരു കണ്ടീഷനേ ഇപ്പോൾ ഉള്ളൂ. അതെ, എനിക്ക് തോന്നുന്നു പൊതുവേ ഈ മോഡേൺ മെഡിസിന് അല്ലെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റൽസ് അഡ്മിറ്റ് ആകുമ്പോൾ മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ. ആയുർവേദയ്ക്ക് അത് ഇല്ല എന്നുള്ളൊരു. അത് അവരുടെ സ്പെസിഫിക്കലി അവരുടെ ഇൻഷുറൻസ് ഏതാണോ അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും എത്ര രൂപ ആയുർവേദത്തിൽ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വന്നാൽ നമുക്കത് ഇൻഷുറൻസിൽ തന്നെ നമുക്കത് ക്ലെയിം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ടോ ഇപ്പം കാണുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക്? ഏകദേശം എല്ലാം സ്റ്റാർ, ബജാജ്, അങ്ങനെ എല്ലാത്തിലും ഏകദേശം യുണൈറ്റഡ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്യൂച്ചർ ജനറൽ ഇൻഷുറൻസ് അവർക്ക് ആക്ച്വലി ക്യാഷ്ലെസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവരുടെ ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ അവരുടെ ഏതാണോ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ആയുഷ് ഡിപ്പെൻഡ് ആയിട്ട് ചെയ്യാമെന്നൊരു കണക്കയിലുണ്ടാവും. അതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ ആദ്യം പേ ചെയ്താൽ അത് അവർക്ക് തിരിച്ചു കയറുന്ന രീതിയിൽ റീഇംബേഴ്സ്മെൻറ്റ് സ്കീമുകൾ ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശ്രീരാം സാറ്, ഇപ്പം ഇത്രയും എവിഡൻ്റ് ആയിട്ട് നമ്മൾ ആയുർവേദത്തിൽ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും, നമ്മൾ ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തിട്ട് പോലും ആയുർവേദത്തിന് സയൻറ്റിഫിക് വാലിഡേഷൻ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താണ് പ്രതികരിക്കുക? ആക്ച്വലി ഒരു ഡിബേറ്റിനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് ഞാൻ ചെറുതാക്കി പറഞ്ഞുതരാം. ഒന്ന്, ഇതിൻ്റെ എക്കണോമിക് സൈഡ്. നമുക്കിതിന് വളരെയധികം വലിയ തുക വരുന്ന ഒരു കാര്യമാണ് റിസർച്ച്. അപ്പോൾ അത്രയും വലിയൊരു തുക ഗവൺമെൻറ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ആയുർവേദത്തിൻ്റെ അതേ അറിവിലുള്ള അതിൻ്റെ റിസർച്ച് സൈഡിൽ വിവരമുള്ള ആൾക്കാർ എണ്ണം കുറവാണ്. ഇല്ല എന്നല്ല, എണ്ണം കുറവാണ്. രണ്ടാമത്, ഇതിൻ്റെ ഡീപ്പ് റൂട്ടായിട്ട് കിടക്കുന്ന ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഡീപ്പ് റൂട്ട് കിടക്കുന്നത് മൊത്തം സാൻസ്ക്രിറ്റിലാണ്. അപ്പോൾ സാൻസ്ക്രിറ്റിൽ കിടക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ദോഷം, ദൂഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതിൻ്റെ കൃത്യമായ വശത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ പൊക്കിക്കൊണ്ട് വരാനും ഉള്ള അറിവുള്ള ആൾക്കാരുടെ എണ്ണം കുറവുണ്ട്. പിന്നെ
കോംപ്ലക്സ് ആണ് ആക്ച്വലി. ആയുർവേദത്തിൻ്റെ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു വോൾസം ആസ്പെക്റ്റ് ആണ്. ഇപ്പോൾ പനി എന്ന് പറഞ്ഞാൽ പനിക്ക് മാത്രമായിരിക്കില്ല അവരുടെ ട്രീറ്റ്മെൻറ്റും അവരുടെ മൊഡാലിറ്റിയും. അപ്പോൾ സിംഗിളായിട്ടുള്ള ഒരു റിസൾട്ടിന് ഇപ്പോൾ റാൻഡം ക്ലിനിക്കൽ ട്രയൽസ് ആണ് സാധാരണ ചെയ്യാറ്. ഇപ്പം ഞാൻ പറയുന്നത് ശരിക്കും അതിൻ്റെ പേര് മാറ്റണം, ആയുർവേദത്തിൻ്റെ വോൾസം ക്ലിനിക്കൽ ട്രയൽസ് എടുക്കണം ശരിക്കും. കമ്പാരിറ്റീവ് ടോട്ടാലിറ്റി എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട്, എന്തെല്ലാം അവരുടെ ബോഡിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം എടുക്കുമ്പോഴാണ് ശരിക്കും ആയുർവേദത്തിൻ്റെ സൈഡിൽ ഒരു സയൻറ്റിഫിക് വാലിഡേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ മറ്റുള്ള ബ്രാഞ്ചുകളുടെ ഇപ്പോൾ ബയോകെമിസ്ട്രിയോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ബ്രാഞ്ചുകളുടെ ഒരു കൊളാബറേഷനും കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടും ആയുർവേദത്തിന് വന്നാലേ ഇതിനൊരു ഒരു സയൻറ്റിഫിക് വാലിഡേഷൻ എന്നുള്ള പോയിന്റിൽ എത്തുള്ളൂ. ഇതിൽ ഇത്രയും അറിവുള്ള ആളുകളുടെ എണ്ണം ഇപ്പം തന്നെ നമുക്ക് വലിയ രീതിയിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരുപാട് ബാരിയേഴ്സ് പറഞ്ഞു. അപ്പം നമുക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഫണ്ടിങ്ങും കാര്യങ്ങളൊന്നും അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും ഇങ്ങനത്തെ സ്കേഴ്സിറ്റി കൂടുകയല്ലേ ചെയ്യുക? അതെ, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൻ്റെ മെഡിസിൻസ് എടുത്താലും അതിൻ്റെ ആക്ഷൻസ് എടുത്താലും അത് ഇപ്പം നമ്മൾ ഒരിക്കലും ഒരാളുടെ മെഡിസിൻ മാത്രം കൊടുക്കില്ല, അവർക്ക് ഡയറ്റ് കൊടുക്കും, അവർക്ക് യോഗ അല്ലെങ്കിൽ അതുപോലെ എക്സസൈസ് കൊടുക്കും. ഇപ്പം ഇങ്ങനെല്ലാം ഫാക്ടേഴ്സ് കൊടുത്തിട്ടാണ് അവരൊരു ഡിസീസിനെ മാനേജ് ചെയ്യുന്നത്. ഈ മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ പോകുമ്പോൾ അതിനെ ഒരു സിംഗിൾ സോർട്ടഡ് ഔട്ട് ആയിട്ടുള്ള റാൻഡം ക്ലിനിക്കൽ ട്രയലിലേക്ക് കൊണ്ടുവരാൻ തന്നെ വളരെ റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഔഷധത്തിൻ്റെ ഒരു ഫോർമുല മാത്രം എടുത്തിട്ട് അതിൻ്റെ ഒരു എന്താണോ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് മാത്രം എടുത്ത് കൊണ്ടുവരുന്ന പോലെ അത്രയും എളുപ്പത്തിലല്ല ഒരു വോൾസമായിട്ടുള്ള ക്ലിനിക്കൽ ട്രയലിൽ കൊണ്ടുവരാന്നുള്ളത്. അപ്പോൾ അതിന് ഗവൺമെൻറ് സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു 10 വർഷത്തിന് അമേരിക്കയിൽ നിന്ന് 10,000 crore കേരളത്തിലെ ഹോസ്പിറ്റൽസ് അവർ ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറയുന്നത് നമുക്ക് കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം ആകെ 200 crore ഇറക്കുന്നത്, ഗവൺമെന്റ് ഇറക്കുന്നത്. അതിൽ ആയുർവേദത്തിന് വരുന്നത് 1 crore 2 crore, എന്താണ് അതിന്റെ സംഖ്യ എന്ന് പോലും അറിയില്ല. 1% പോലും ഇല്ല. അത്ര ചെറിയ സംഖ്യയിൽ പ്രവർത്തിക്കേണ്ട ഒരു വിഭാഗമായിട്ട് ഇത്രയും ആൾക്കാരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്രത്തിനെ വിടുന്നത് ആരോഗ്യപരമായിട്ട് വലിയ വേർതിരിവാണ്. ഇങ്ങനത്തെ ഒരു നയം രൂപീകരണമാണെങ്കിൽ ആയുർവേദത്തിൻ്റെ ആയുസ് വളരെ കുറവാണെന്നുള്ളത് തന്നെ. പക്ഷേ കേരളത്തിൽ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, ജർമ്മനി, ഓസ്ട്രേലിയ, അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ ഉള്ള കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരും കൂടി അങ്ങോട്ട് നീങ്ങും എന്നുള്ളതല്ലാണ്ട് ഒരു ഉപകാരം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഇപ്പൊ അമേരിക്കയിൽ ഞാൻ റീസെന്റ് ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നിട്ടുള്ള, അതായത് ലോകരാഷ്ട്രങ്ങളൊക്കെ ഇപ്പം ശരിക്കും ആയുർവേദത്തിന്റെ പുറകിലാണ്. കാരണം ഇത് ഒരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് രാജ്യങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് കുട്ടികൾക്ക്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ടൊക്കെ ആയുർവേദം പഠിക്കാനും അതിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ചെലവും അവിടുത്തെ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന രീതിയിൽ. എന്നിട്ട് പോലും നമ്മുടെ രാജ്യം ഇതിലേക്ക് വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയല്ലേ? അതെ, ഇപ്പോൾ ആയുഷ് വിസയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യം. ഇപ്പം ഈ എക്കണോമിക് സൈഡുള്ള പോലെ തന്നെ അവർ മൾട്ടി ഫാക്ടറിയലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും കൂടെ ശരിക്കും യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും അങ്ങനെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഒരു റിസർച്ച് സൈഡിലേക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സയൻറ്റിഫിക് സൈഡിലേക്ക് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടാത്തത്. അത് വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഫണ്ട് വരികയാണ്, അതിൽ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂട്ടത്തോടെ അങ്ങനെ ഫിസിക്സ് ആയാലും ഒരു കെമിസ്ട്രി സൈഡ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി റിസൾട്ട്. അതെ, മോഡേൺ മെഡിസിനിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങൾക്കും അത് അവരുടേതായിട്ടുള്ള മൊണോപ്പൊളി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ആയുർവേദത്തിൽ നമുക്ക് മാത്രമായിട്ടുള്ള ഒരു ഏരിയ അവിടെ നമുക്ക് പിന്നെയും എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ടൂറിസത്തിലും ആയുർവേദത്തിനും ഒക്കെ മിക്സപ്പ് ആക്കിയിട്ട് നമുക്ക് ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ലേ? അപ്പം അങ്ങനെയൊക്കെ കുറച്ചുകൂടി ട്രൈ ചെയ്തൂടെ? ഇപ്പം ഞാൻ ഗുജറാത്തിൽ ഇവരെ ട്രാവൽ മീറ്റിന് പോയിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ഒരു BNA മെമ്പറാണ്. ഇവരുടെ തന്നെ ട്രാവൽ മീറ്റ് ഗുജറാത്തിലുണ്ടായിരുന്നു. ഞാൻ ഒരാളാണ് അവിടെ ആയുർവേദം ഡിപ്പെൻഡ് ചെയ്ത ഒരാളുണ്ടായിരുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു നിയർലി ഒരു 250+ മെമ്പേഴ്സ് അവിടെ ഉണ്ടായിട്ട് ഒറ്റ ആയുർവേദ കമ്പനി അല്ലെങ്കിൽ ഡോക്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ടൂറിസമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആൾക്കാർക്കിടയിലും അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിലും ഇപ്പോഴും കുറച്ചും കൂടെ ആയുർവേദം എത്തിപ്പെടണം. അപ്പോഴാണ് കുറച്ചും കൂടെ ഇന്ത്യക്ക് പുറത്തുള്ള ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇവിടെയുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ പുറത്തൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റും കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഇന്ത്യയിലാണ് ട്രീറ്റ്മെൻറ്റ് കുറവ്. അതിൽ തന്നെ അവർക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ വരണം. അപ്പോൾ ഞാൻ US ഒരു ഫേമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഈ ഓട്ടിസം ഡിപ്പെൻഡ് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അവരുടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടുത്തെ ഉള്ള ഒരു 2-3
കമ്പനീസായിട്ട് ഞാൻ ഈ ഈശ്വർ മാൽപ്പയുടെ കേസിന് ശേഷം ഞാൻ ചോദിച്ചിരുന്നു, അവർ നമുക്കൊരു കമ്പൈൻഡ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ ചെയ്യാൻ പറ്റുമോ, കൊളാബറേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം അവിടെയുള്ള കേസുകളൊക്കെ ഭയങ്കര ഹൈ ആണ്. ഇപ്പം ഇവിടുത്തെ ഉള്ള പോലെക്കാളും കൂടുതലാണ് അവിടുത്തെ യൂറോപ്പ്, അതുപോലെ വെസ്റ്റേൺ ഓസ്ട്രേലിയ കേസുകളൊക്കെ ഭയങ്കര ഹൈ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ അതുമായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് NGOs ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു ഇങ്ങനെ എന്തെങ്കിലും കൊളാബറേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതിലപ്പുറം എന്തെങ്കിലും സപ്പോർട്ടീവായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവർക്കത് കൊളാബറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇന്ത്യയിലുള്ള ഒരു ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു മെയിലാണ് അവർ അയച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആ ലീഗൽ സൈഡും കൂടെ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ കമ്പനീസിനും ബെനിഫിറ്റ് ആണ്. കമ്പാരിറ്റീവ്ലി അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്ന ഹോസ്പിറ്റൽസിനും അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇന്ത്യയുടെ ഒരു പിക്ചർ ശരിക്കും ഉയർത്തി കാണിക്കാൻ അത് സഹായിക്കും. ആയുർവേദത്തിൽ ശരിക്കും നമുക്ക് സർജറീസ് അല്ലെങ്കിൽ ഒരു ട്രോമ കെയർ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു അടിയന്തര സാഹചര്യത്തിൽ ആയുർവേദത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു അങ്ങനെയുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് അപ്പോൾ എന്താണ് ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്നറിയണം. അതിനുള്ള സംവിധാനങ്ങൾ നമുക്കിന്ന് മറ്റേ കേരളത്തിൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കേരളത്തിൽ അതുണ്ട് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ നമുക്കിപ്പോൾ ഒരു ഗവൺമെൻറ് ആയുർവേദ കോളേജിലേക്ക് റെഫർ ചെയ്താൽ പോലും അവിടെ ഒരു MRIയോ ഒരു USGയോ അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല. അത് ഗവൺമെൻറ് കൊടുക്കേണ്ട സൗകര്യങ്ങളാണ് പ്രാഥമികമായിട്ട് അവിടുത്തെ കോളേജുകളിലെങ്കിലും. ഇവർ മറ്റേ ഒരു സാധാരണ ക്ലിനിക്കിന് ഈ സൗകര്യം വേണമെന്നുള്ളതല്ല, ഒരു ജില്ലയിലുള്ള ഒരു വലിയ സ്ഥാപനത്തിനെങ്കിലും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാവേണ്ടതാണ്. പിന്നെ അതുപോലെ എന്തുകൊണ്ട് സർജറി ആയുർവേദത്തിലില്ല? സർജറി ആയുർവേദത്തിൽ ഇല്ലാത്തതല്ല, സർജറി കേരളത്തിലല്ലാതെ ബാക്കി പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സർജറി ആയിട്ടാണെങ്കിലും ചെയ്യുന്നുണ്ട്. ഇനി സർജറി കേരളത്തിൽ എന്തുകൊണ്ടില്ല? നമുക്ക് ഒരു അനസ്തേഷ്യ ഡ്രഗ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ അനസ്തേഷ്യയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇപ്പം കറുപ്പ്, കഞ്ചാവ് അങ്ങനത്തെ ചെടികളൊക്കെ ലീഗലി ബാൻഡാണ്, നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. മറ്റേ നമുക്ക് സർജറി വിഷയം ഒരു ടെക്സ്റ്റിലൊരു വിഷയമായിട്ട് ഞങ്ങൾ കാര്യമായി പഠിക്കുന്നതാണ്. അതിനുവേണ്ടി ഒരു 2 പേപ്പർ എഴുതി പാസ്സാവുന്നതാണ്. എന്നിട്ടും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഞങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. അതിന് ചെന്ന് കഴിഞ്ഞാലും അവർ പഠിപ്പിക്കാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ തരികയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി പെട്ടെന്ന് പുറത്തിറങ്ങി സർജറി ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. നമ്മൾ സമരം ചെയ്ത് നേടിയതാണ് സർജറി എന്നുള്ള വിഷയങ്ങളൊക്കെ. ആയുർവേദത്തിൽ സർജറിയാണ് ഇപ്പോൾ റൈനോപ്ലാസ്റ്റി ഒക്കെ ചെയ്തത് സുശ്രുത മഹർഷിയാണ്. അത് എത്രയോ കാലഘട്ടം ബാക്കിലാണ്. അന്ന് എംബാമിങ് ചെയ്ത് ശരീരത്തിനെ പുഴയിലിട്ട് ഉണക്കിയെടുത്ത് അതിൻ്റെ അനാട്ടമി ഫിസിയോളജി എഴുതി വെച്ചിട്ടുള്ളതാണ്. അന്ന് അത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ശേഷം പിന്നെ എന്തുകൊണ്ട് അതിനൊരു മൂല്യച്യുതി വന്നു? അത് സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അത് ഓരോ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഒരു ശാസ്ത്രവും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാണ്ട്, ശാസ്ത്രം എന്നുള്ളത് തിരയലുകളാണ്, പഠിക്കലുകളാണ്. ഇതിന് സപ്പോർട്ട് വേണം എന്നുള്ളതാണ്. അല്ലാതെ അത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കഴിയുന്നതല്ല. ഇപ്പം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 3-4 ഹോസ്പിറ്റലുകൾ 10,000 crores ഇവിടെ എഗ്രിമെൻ്റ് ആയിട്ടുള്ളത്. ഒരു അമേരിക്കൻ ബേസ്ഡ് ഒരു കമ്പനിയാണ് അതിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ബഡ്ജറ്റ് വരുന്നത് 2,000 കോടിയുള്ളൂ. അതിലെ 1 കോടിയൊക്കെയാണ് ആയുർവേദത്തിന് വരുന്നത്. 1 കോടി ആയുർവേദത്തിലെ എന്ത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടെന്ന് ചോദിച്ചാൽ വളരെ തുച്ഛമായ കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊന്നും ഒരു സാധാരണ ഒരു ചെറിയ ക്ലിനിക്ക്, ഞങ്ങളുടെയൊക്കെ പോലെയുള്ള ചെറിയ ക്ലിനിക്കിന് 1 രൂപ പോലും സംഭാവന ചെയ്യാൻ ആ 1 കോടിക്കാവുന്നുണ്ടാവില്ല. അങ്ങനെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് നീങ്ങാൻ പറയുന്ന ഒരു സർക്കാരിൻ്റെ ഒപ്പം ജീവിച്ച് മുന്നോട്ട് പോകണം തന്നെ ബുദ്ധിമുട്ടാണ്. ആദ്യം സാറേ, എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയുർവേദത്തിന് ഒരു സ്കോപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ? നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ വളരെ കുറവല്ലേ? നമുക്കിപ്പോൾ ഏത് രോഗമാണെങ്കിലും അതിൻ്റെ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ക്രോണിസിറ്റിയിൽ അത് ആ രോഗം വളരെയധികം വലുതായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയിൽ
അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ ആ രോഗത്തിനൊന്നും ചികിത്സയില്ല എന്ന് വരുന്ന ഘട്ടത്തിൽ, ഈ 2 ഘട്ടത്തിലല്ലാണ്ട് ആയുർവേദത്തിനെ സമീപിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ പരിമിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള രോഗങ്ങൾക്ക്, പനിക്ക് ചികിത്സ ആയുർവേദത്തിലില്ല, ആയുർവേദത്തിൽ ചികിത്സയുണ്ട്, പക്ഷെ അതിനൊരു എക്സ്പോഷർ കിട്ടണം. സാധാരണ എല്ലാ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും കൃത്യമായിട്ട് അതിൻ്റെ സാധ്യതകൾ അനുസരിച്ച് ഡിവൈഡ് ചെയ്തൊക്കെ വിടുകയാണെങ്കിൽ അതിൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ആയുർവേദത്തിനും കഴിയുമായിരിക്കും. ആയുർവേദത്തിന് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കും വേണം. ഇപ്പോൾ ഈ മറ്റേ എക്സ്റേ, MRI, USGs, ബ്ലഡ് റിപ്പോർട്ട്സ്, ബ്ലഡ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങളൊന്നും ആയുർവേദത്തിൽ അവൈലബിൾ അല്ല. ആയുർവേദത്തിൽ അങ്ങനെ ഒരു സാധ്യത ചിന്തിക്കുന്നു പോലും ഇല്ല തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കുത്തകയാണ് തോന്നുന്നുണ്ട്. ഏതോ ശാസ്ത്രത്തിന് മാത്രമേ. രക്തം എല്ലാവരുടെയാണ് തോന്നുന്നു, പക്ഷെ രക്തം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഗ്രൂപ്പിൻ്റെ മാത്രമാണ്, അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാവുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ആയുർവേദ മേഖലയിലും ഈഗോകൾ മാറണം. മനുഷ്യ ശരീരത്തിന് കുറച്ചും കൂടി വില കൊടുക്കണം. അവരിൽ ഗുണകരമായത് എന്തോ അത് ഏത് ശാസ്ത്രം ചെയ്യുന്നു നോക്കാണ്ട് അവർക്ക് ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. എനിക്ക് മാത്രമേ ആരോഗ്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള തിട്ടൂരങ്ങൾ മാറണം. ആരോഗ്യത്തിനെ കുറിച്ച് ഭക്ഷണം കഴിച്ച് എക്സസൈസ് ചെയ്ത് ജീവിക്കുന്ന ആർക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. എന്നിട്ട് ഡോക്ടർമാരാണെങ്കിലും കൂടി നമ്മളോട് മിണ്ടരുത് എന്ന് പറയുന്ന രീതി മാറി വരണം. ഇതൊക്കെ തന്നെയാണ്. അപ്പം അതിന് ഈഗോസ് മാറിക്കഴിഞ്ഞാൽ തന്നെ ഇതിലൊരു കൊളാബറേഷൻ വരും. കൊളാബറേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഈഗോയും ഇല്ലാണ്ട് എനിക്കിതാ ഇങ്ങനെ ഒരു രോഗം വന്നിട്ടുണ്ട്, ഇതിന് ഞങ്ങൾക്ക് ഇതാണ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന രീതിയിലാണ് ആരോഗ്യം മുന്നോട്ട് പോകേണ്ടത്. ഒരു സ്വപ്ന സങ്കല്പമാണത്. നടക്കട്ടെ. സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ ശരിക്കും ഒരു ഹൈസ്കൂള്, ശരിക്കും ഒരു LP മുതൽക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ ശരിക്കും ആയുർവേദത്തിൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമാണ്. കാരണം അവരെ എഡ്യൂക്കേറ്റ് ചെയ്താലേ ആയുർവേദത്തിൻ്റെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും അവരുടെ ഒരു എഡ്യൂക്കേഷൻ നടക്കുന്നില്ല. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ഇത്ര പോകുന്ന പാരഗ്രാഫ് മാത്രമേ ആയുർവേദം അവർ പഠിക്കുന്നുള്ളൂ. കാരണം നമ്മൾ 5.5 വർഷം കൊണ്ട് പഠിച്ചിട്ട് പോലും ആയുർവേദം തീരാത്തൊരു കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും ഗുഡ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മെറിറ്റുകൾ ശരിക്കും പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ വരണം. വിദ്യാർത്ഥികൾ പഠിക്കുന്നതിൽ കൂടെ ആയുർവേദത്തിൻ്റെ ഉൾപ്പെടണം. ശരിക്കും മെഡിക്കൽ കോളേജുകൾ കമ്പൈൻഡ് മെഡിക്കൽ കോളേജസ് ആക്കി മാറ്റുകയാണെങ്കിൽ കൂടി വേണം. ആയുർവേദ കോളേജ് ഇരിക്കുന്നതിന് ഒരു 7-8 കിലോമീറ്റർ അപ്പുറമായിരിക്കും മെഡിക്കൽ കോളേജ് ഉണ്ടാവുക. അപ്പം മെഡിക്കൽ കോളേജ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഉള്ളിൽ ആയുർവേദം ശരിക്കും പിക്ചറൈസ് ചെയ്ത് വരുമ്പോഴാണ് ഒരു മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡെന്റൽ കോളേജ് ഉള്ളതുപോലെ തന്നെ ആയുർവേദ കോളേജും ശരിക്കും വരണം. പക്ഷെ ഒരുപാട് മിസ്കൺസെപ്ഷൻസും ഇല്ലേ ആയുർവേദ ഏരിയയിൽ? ശ്രീറാം സാറേ, നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ മത്സ്യമാംസാദികൾ പിന്നെ കഴിക്കാൻ പാടില്ല, ആയുർവേദത്തിൽ ചികിത്സിക്കുന്ന ആളുകൾ പെട്ടെന്ന് തടിക്കും, ആയുർവേദവും നാട്ടുവൈദ്യവും ഒക്കെ ഒന്നാണ്, അങ്ങനെ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനത്തെ ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് പറയാറുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിബേറ്റ് തന്നെ ശരിക്കും കണ്ടക്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ. ഒരു 3-4 മണി അത്രയധികം കേസുകൾ നമുക്ക് കാണും. ഇപ്പം ആയുർവേദം എന്ന് പറഞ്ഞാൽ തൈലം മാത്രമേ ഉള്ളൂ, ഉഴിച്ചിൽ മാത്രമേ ഉള്ളൂ. ആയുർവേദം ആക്ച്വലി ഒരു വോൾസമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും, മെഡിസിൻസ് വരും, ഇപ്പോൾ കഷായങ്ങൾ, അതിന് ഡിപ്പെൻഡ് ചെയ്ത് ഘൃതങ്ങൾ വരും. അതൊക്കെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ടും അവരുടെ ഹെൽത്തിനനുസരിച്ചിട്ടും ആ ഡോക്ടറുടെ ഒരു യുക്തിശ്ച യോജനയായ യുജിത എന്ന് പറയാം, ആ യുക്തിക്ക് അനുസരിച്ചിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അല്ലാതെ വന്നു കഴിഞ്ഞാൽ മെഡിസിൻ കഴിച്ചാൽ തടി കൂടുക ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലല്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തൈലം യൂസ് ചെയ്യുക. തൈലം യൂസ് ചെയ്യാത്ത ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ ഡോക്ടർ ആരും തന്നെ എത്രയോ കേസുകളിൽ അവിടെ ഡോക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതാണ്, നിങ്ങളതിൽ തൈര് യൂസ് ചെയ്യരുത്, നിങ്ങളതിൽ തൈലം തൊട്ട് കഴിഞ്ഞാൽ അവരുടെ ഡിസീസ് കൂടും. അപ്പം നമ്മളടുത്ത് വരുമ്പോൾ ഞങ്ങൾ കുറേ ഉഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ചിലപ്പോൾ അതുകൊണ്ട് കൂടി വന്നിരിക്കാം. അപ്പം ചില കേസുകളിൽ എന്താണോ അവരുടെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, എന്താണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നിടത്താണ് ആക്ച്വലി ആയുർവേദം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു മിസ്കൺസെപ്റ്റ് മാത്രമല്ല, ഇപ്പോൾ തലമുടിക്ക് എണ്ണയാണ് നല്ലത്, ആര് തീരുമാനിക്കണമെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അതുപോലെ പ്രമേഹത്തിന് നെല്ലിക്ക കുടിച്ചാൽ മതി, പേരക്കയുടെ ഇല എടുത്ത് കഴിച്ചാൽ മതി,
തിളപ്പിച്ചിട്ട് കഴിച്ചാൽ മതി. പ്രമേഹം എത്രയോ ലക്ഷക്കണക്കിനുള്ള ആൾക്കാർക്കുള്ള രോഗ. ഇവിടുത്തെ ഒരൊറ്റ പേരൊക്കെ മറ്റേ ഇലയോടെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാറുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം പ്രമേഹം മാറില്ല. പ്രമേഹത്തിന്റെ കാരണത്തിനാ ചികിത്സിക്കണ്ടേ, അല്ലാണ്ട് ഒരു ഇലയ്ക്ക് ഒരു അത്ഭുതം ചെയ്യാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഇലയ്ക്ക് ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിലും അങ്ങനെ ആ ഇലയ്ക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും ഏതെങ്കിലും ഒരു രോഗിയില്. എത്രയോ രോഗികൾ, എല്ലാവർക്കും ഒരേ ഇല മതിയാവും എനിക്ക് തോന്നുന്നില്ല. മറ്റേ ബിരിയാണി കഴിച്ചിട്ട് ഗ്രീൻ ടീ കഴിക്കണ പോലത്തെ കാര്യമാണത്. ഈ പ്ലാസിബോ എന്ന് പറയുന്നില്ലായിരുന്നു നമ്മള്. അപ്പം ഇതൊക്കെ ആയുർവേദത്തിൽ കുറെയൊക്കെ ആ ഒരു രീതിക്കും ആൾക്കാർ കാണുന്നുണ്ടോ? ഇങ്ങനത്തെയൊക്കെ പൊടിക്കൈകള് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇതൊക്കെയാണ് ആയുർവേദം, അങ്ങനെ പണ്ട് ആയുർവേദം വീടുകളിൽ ഉണ്ടായിരുന്നു, അവർക്ക് എന്തൊക്കെയോ അറിയാം. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു വയറുവേദന വന്നാൽ ഒരു കഷ്ണം ഇഞ്ചി കഴിക്കുന്നതൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാ. ആ ഒരു കഷ്ണം ഇഞ്ചിയിൽ നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് അടുത്തൊരു യുക്തിയുണ്ട്, ഒരു വൈദ്യനെ പോയി കാണുക എന്നുള്ളത്. ഇത് ചെയ്യാൻ മടിച്ചിട്ടേ എല്ലാ ദിവസവും ഇഞ്ചി കഴിച്ചിട്ട് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതൊരു വലിയ രോഗമായിട്ട് ആയുർവേദം ഞാൻ ചെയ്തു എന്നിട്ട് എനിക്കും ഈ രോഗം മാറിയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവർ ചെയ്തത് ആയുർവേദമാവില്ല. അവർക്ക് തോന്നുന്ന ഒരു കാര്യം ചെയ്തു. എന്ത് ഇല കഴിച്ചാലും അതിനെ ആയുർവേദത്തിലേക്ക് ഇടണ്ട. ആയുർവേദം ഒരു ഡോക്ടറായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിനൊരു കൃത്യമായ ഡോസേജ് ഉണ്ട്. അപ്പം വഴിയിൽ കൂടി പോകുന്ന എന്തും ആയുർവേദമാണ്. ഞാൻ ഇന്നത്തെ സാമ്പാറിൽ മഞ്ഞൾ കൂടുതലിട്ടുണ്ട്, എനിക്ക് അതിനുള്ള ഗുണം വേണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത് തെറ്റാണ്. അപ്പോൾ എല്ലാം ആയുർവേദത്തിൽ ഇടാൻ പറ്റില്ല. പിന്നെ അവരെടുക്കുന്ന ഒരു കാര്യത്തിലുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒപ്പി എടുക്കുന്ന സമയത്ത് ഞാൻ വൺസ് ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മോർ യൂസ് பண்ணணும்னு പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, நாங்கள் மோர் யூஸ் பண்ணுறேன், நாங்கள் தயிரை மிக்சியில் போட்டு தினமும் மோர் யூஸ் பண்ணுறோம். അപ്പം ഞാൻ പറഞ്ഞു മോര് അപ്പടി യൂസ് பண்ணக்கூடாது. അപ്പം അവർക്ക് മോര് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാത്തൊരു ആൾക്കാർ. തൈരിന്റെ വെണ്ണ മാറി വരുന്നതാണ് മോര്. തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ട് വെള്ളം കൂടിയും ചേർക്കുമ്പോൾ അതിനെ മോരായിട്ടല്ല ഉപയോഗിക്കുന്നത്, അത് തൈര് തന്നെയാണ്. നിങ്ങൾ അതിൽ വെള്ളം കൂട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഗുണം വേറെയാണ്, മോരിന്റെ ഗുണം വേറെയാണ്. അപ്പം പറയുന്ന വാക്കുകളിലും അവരെടുക്കുന്ന കാര്യങ്ങളിലും ഒക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നേരെയാവുള്ളൂ. നമ്മളിപ്പോൾ ഫുഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ഗട്ട് ഇസ് ദ ന്യൂ ബ്രെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണല്ലോ ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഗട്ട് ഈസ് ദ സെക്കൻഡ് ബ്രെയിൻ. അതെ. അപ്പം അതായത് നമ്മളെ ഗട്ടിന് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാം. അതിനോട് എങ്ങനെയാണ് ആയുർവേദം എന്നും വയറിനെ ചുറ്റി പറ്റിയിട്ടല്ലേ. ഞാനൊരു പ്രധാന ഒരാളുടെ ഒരു ഇത് കേൾക്കുമ്പോൾ കേട്ടു, ഏത് ആയുർവേദക്കാരൻ്റെ അടുത്ത് ചെന്നാലും എങ്ങനെ വിശപ്പ് എങ്ങനെ ശോധന എങ്ങനെയെന്നൊക്കെയാണ് ആദ്യത്തെ ചോദ്യങ്ങൾ എന്ന്. അത് തന്നെയാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും തോന്നുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ശരീരത്തിലുള്ള സെൽസിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നത് ബാക്ടീരിയാസാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഗട്ടിലാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഘടിപ്പിച്ച് അതിലെ ആവശ്യമുള്ള സാധനങ്ങൾ സ്വീകരിക്കണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അതിന് ബാക്ടീരിയ വേണം. ഒരു രോഗാണു നിങ്ങളുടെ ശരീരത്തിൽ കയറി അതിനെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ബാക്ടീരിയ. ശരിക്കും നിങ്ങൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അച്ഛനോ അമ്മയ്ക്കോ ഭർത്താവിനോ കുട്ടിക്കോ എന്നുള്ള ഉത്തരം പറയുന്നതിൻ്റെ മുന്നേ പറയേണ്ടതാണ് ഞാൻ എൻ്റെ ഉള്ളിലെ ഗട്ട് മൈക്രോബ്സിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കൊരു നാശം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കേടുപാടുകൾ സംഭവിക്കും. ഗട്ട് ബ്രെയിൻ ആക്സിസ് ഒക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ലിവർ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് പറയുക. ലിവർ മുതൽ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ട് ബ്രെയിൻ വഴി ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താണെന്നുള്ളത് നിങ്ങളൊരു നെർവിലൂടെ തലച്ചോറിലെത്തുന്നതിൻ്റെ മുന്നേ അത് കെമിക്കൽ ബാക്ടീരിയൽ കമ്മ്യൂണിക്കേഷനിൽ തലച്ചോറിലെത്തുകയും അത്ര സ്പീഡിയാണ്, അത്ര റിയാക്റ്റീവാണ്. അതിൻ്റെ ബയോട്ട വളരെ ഇപ്പോൾ ഫീക്കൽ മാറ്റർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് ഇപ്പം ഈ കോങ്കോയിലും ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കുക. അപ്പോൾ അവരുടെ മലം കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ദേ ആർ ബയോളജിക്കലി വളരെ ഹെൽത്തിയാണ്,
അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് ഡൈവേഴ്സിറ്റി ഉണ്ട്, അവരുടെ മലത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നിട്ട് ആ മലം നമ്മൾ ഈ പറയുന്ന ശാസ്ത്രം കൂടി ആലോചിച്ച് നോക്കണേ. മലം നമ്മൾ ഒരു അൺഹെൽത്തി പേഴ്സൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്ന് റിസൾട്ടുകളിലേക്ക് എത്തിക്കുന്നു. ഹൗ ഇമ്പോർട്ടൻറ്റ് ഗട്ട് മൈക്രോബ്സ് ആർ. അതിനുവേണ്ടി കൊടുക്കുന്നത് എത്ര വേണമെങ്കിലും ചിലവാക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. ഒരു ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ മലത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് വരണമെങ്കിൽ അത് ആ മലത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല, അത് ആ മൈക്രോബ്സിൻ്റെ ഇമ്പോർട്ടൻസാ. നിങ്ങളുടെ മൈക്രോബയോട്ടേനെ നന്നായിട്ട് നോക്കിക്കോളൂ, നിങ്ങളുടെ തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിച്ചോളും. ഇപ്പം ഗട്ടിനെ ഹെൽത്തി ആക്കാൻ സിമ്പിളായിട്ട് ഇപ്പം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഫുഡാണെങ്കിലും അല്ലാതെയാണ്. ഫുഡാണ് ഇമ്പോർട്ടൻറ്റ്, ഫുഡാണ് ഏറ്റവും അൺഇമ്പോർട്ടൻറ്റ്. കൊടുക്കണം ജീവൻ നിലനിർത്താൻ. ആഗ്രഹത്തിനനുസരിച്ച് മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, അത് ചെയ്യാനും പാടില്ല. നമ്മുടെ മസിൽസ് തന്നെ ഡിഫറെൻ്റാണ്. ഇപ്പം ഒരു ഗട്ടിലുള്ള മസിൽസും ഒരു കാർഡിയാക് മസിൽസും വ്യത്യാസമാണ്. നിങ്ങൾ കാർഡിയാക്ക് വന്നു, കാർഡിയാക് മസിൽസ് നിങ്ങൾ എത്ര വർക്ക് ചെയ്യിക്കുന്നോ അത്രയും ഹെൽത്തി ആവുകയുള്ളൂ. നിങ്ങൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യില്ല. നമുക്ക് ഒരു ക്യാൻസർ വരാൻ സാധ്യത ഏറ്റവും കുറവുള്ള ഓർഗൻ ഏതാണെന്ന് വെച്ചാൽ ഹാർട്ടാണ്. എന്തുകൊണ്ടാണ്? അത് എപ്പോഴും മൊബൈലാണ്, എപ്പോഴും വർക്കിംഗ് ആണ്. അത് നന്നായി വർക്ക് ചെയ്യുന്തോറും അത് ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ, അതൊരിക്കലും ക്ഷീണിക്കുകയല്ല ചെയ്യുക. പക്ഷെ നിങ്ങളുടെ ഗട്ട് മൈക്രോബ് നേരെ തിരിച്ചാണ്. അതിന് റെസ്റ്റ് ആവശ്യമുള്ളതാണ്. അത് വർക്ക് ചെയ്യുന്തോറും അതിന് ക്ഷീണമുണ്ടാവുന്നതാണ്. അതിന് ആവശ്യത്തിനുള്ള റെസ്റ്റ് കൊടുത്താലേ അതിന് അടുത്ത ഇതിന് വരും. ഇപ്പം ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ഏർലി ഭക്ഷണം കഴിക്കണം. രാത്രി ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ കടന്നുറങ്ങാൻ ഭക്ഷണം കഴിക്കുന്നവരാണ് മലയാളികൾ. ഭക്ഷണം കഴിച്ചിട്ട് പോയി കടന്നുറങ്ങും. ശരിക്കും ഭക്ഷണമാണോ കടന്നുറങ്ങാൻ വേണ്ടത്? അല്ല, ക്ഷീണമാണ് വേണ്ടത്. അവിടെ ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് ഒരു മെഡിക്കൽ കോളേജിലത്തെ ഒരു ഇവൻറ്റ് നമ്മൾ സംസാരിച്ചു പോയി. അവരുടെ ഗട്ട് തുറന്നു നോക്കിയപ്പോൾ അവർ അൺഡൈജസ്റ്റഡ് ഫുഡ് അതിലുണ്ടായിരുന്നത്. എങ്ങനെ അൺഡൈജസ്റ്റഡ് ആവാണ്ടിരിക്കും? നമ്മൾ ഉറങ്ങുന്നതോടുകൂടി ഉറങ്ങിപ്പോകുന്നതാണ് സ്റ്റൊമക്ക് മസിൽസ്. സ്ലീപ്പ് അപ്നിയ പോലുള്ള രോഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉറങ്ങുന്നതാണ് ഈ ഗട്ട് മസിൽസ്. അതിനെ നിങ്ങൾ രാത്രി അത്രയും ഫുഡും കൊടുത്ത് കൊഴുപ്പുള്ള ഭക്ഷണവും കൊടുത്ത് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് കണ്ണ് തുറന്ന് പല്ല് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് വരികയാണേ. അതായത് അതിനൊരു കണ്ടിന്യൂസ് വർക്കാ. അത്രയും വർക്ക് ചെയ്യാൻ എന്ത് ദ്രോഹമാണ് അത് ചെയ്തത്? ശരിക്കും ലേറ്റ് നൈറ്റ് എക്സസൈസും ലേറ്റ് നൈറ്റ് ജിമ്മ് അതുപോലെ ലേറ്റ് നൈറ്റ് ഫുട്ബോൾ മാച്ച് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണവും ശരിക്കും അൺഹെൽത്തിയാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന ഒരു കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ചെയ്യുന്ന ഒരു 11 മണിക്ക് ടർഫ് ബുക്ക് ചെയ്യും. 11 മണി വരെ 12 മണി വരെ ടർഫിൽ കളിക്കും. എന്നിട്ട് നേരെ വന്ന് കുളി കഴിഞ്ഞിട്ട് ഫുള്ള് ചിക്കൻ, മന്തി, ബീഫ് ഉള്ള സാധനങ്ങൾ അടിച്ചങ്ങോട്ട് കയറ്റിയിട്ട് കിടന്നുറങ്ങും. അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം ലോകത്തില്ല. ഇതിന്റെ ഡൈജഷൻ ഒക്കെ പിറ്റേന്ന് രാവിലത്തേക്കൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് നടക്കുന്നത്. ഇതിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ നടന്നു അപ്പോഴത്തേക്ക് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. വിശപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇന്ന് ഇപ്പൊ ആൾക്കാർ മാറി തുടങ്ങി. അവർക്ക് രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, വൈകുന്നേരം കഴിക്കുക. എന്തിനാ കഴിക്കണേ എന്നുള്ളതിനെ കുറിച്ച് വിട്ടു നമ്മുടെ മൈൻഡ് അതൊന്ന് പോയിട്ടുണ്ട്. എന്തിനോ കഴിക്കണം, എന്തിനാന്നറിയില്ല അത്. ഞാൻ ഇതിനെപ്പറ്റി ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചത്. ധന്യേന്ദ്ര മഹർഷി ഒരു കിളിയായിട്ട് വന്നിട്ട് ഏറ്റവും നല്ല വൈദ്യനാരാധന കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ആരാണ് രോഗിയല്ലാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് കൊടുത്തത് അല്ലേ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഭാഗവത മഹർഷി അവരാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. മിതമായ ഭക്ഷണം ഇതാണ് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതിന്റെ എല്ലാം ഒരു ബേസിക് ഫുഡ് ഗട്ട്. ഇപ്പം നമ്മളാണെങ്കിലും ഏത് രോഗത്തിനും ഇപ്പോൾ ഞങ്ങളൊരു രോഗത്തിനെ ചികിത്സിക്കാൻ നോക്കുമ്പോൾ അതിലൊരു 10 പാരാമീറ്റേഴ്സാണ് ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതിൽ 1, 2, 3 എണ്ണത്തിനൊക്കെ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത, ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ചർച്ചയിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത. ദൂഷ്യം, ദേശം, ബലം, കാലം, അനലം. ഈ ബലം എന്ന് പറയുന്നത് ആ രോഗിയുടെ ആരോഗ്യമാണ്. കാലം എന്ന് പറയുന്നത് ഏത് ടൈമിൽ ആ രോഗം വരുന്നു, എന്താണ് എൻവയോൺമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അത് പോട്ടെ. അനലം എന്ന് പറയുന്നത് അഗ്നിയാണ്. എന്താണ് അവരുടെ വിശപ്പ്, അവർക്ക് ശരിക്കും വിശപ്പ്. ഞാൻ ചില പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവർക്ക് വിശപ്പ് എന്നുള്ളൊരു വികാരം ഉണ്ടായിട്ടല്ല അവർ കഴിക്കുന്നത്. അവർ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കണമല്ലോ. അതെന്തിനാ? ജീവൻ നിലനിർത്താൻ. അതുകൊണ്ട് അവർ കഴിക്കുന്നു. അപ്പോൾ വിശപ്പ് വരുന്നു അങ്ങനെയില്ല.
വിശപ്പ് അറിയുന്നില്ല. അതൊരു വളരെ അപകടം എനിക്ക് പിടിച്ച വിശപ്പ് അവസ്ഥയാണ്. അറിയണമല്ലേ നമ്മള്? വിശപ്പ് ഒരു മനുഷ്യന് ഉള്ളതല്ലേ. അത് നമ്മൾ വിശപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് കുറച്ചും കൂടി ചിന്തിക്കേണ്ടതുമാണ്. എന്തിനാണ് വിശപ്പ്, എങ്ങനെയാണ് വിശപ്പ് വരിക, എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം ഇരിക്കാൻ പറ്റും? നമുക്ക് 10-20 ദിവസം ഭക്ഷണം കഴിക്കാണ്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ശരീരം എപ്പോഴാണ് റിപ്പയർ വർക്ക് ചെയ്യുക? ഗട്ട് ഫ്രീ ആകുമ്പോഴേ റിപ്പയർ വർക്ക് നടക്കുള്ളൂ ശരീരത്തിൽ. വേറെ ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ കണ്ണിലൊരു പൊടി പോയി, അപ്പം തന്നെ അതിനെ റിയാക്ട് ചെയ്യില്ലേ? കണ്ണ് വെള്ളം വന്ന് പുറത്തേക്ക് അത് കളയും ഇല്ലേ? മൂക്കിൽ അപ്പം തന്നെ തുമ്മൽ പ്രശ്നം. ചെവിയിൽ പോയാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല, അത് വാക്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പുറത്തേക്ക് കളയുന്നു. വായിൽ പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. എന്തും കൊടുക്കാം അല്ലേ? അത് ഉള്ളിൽ ഗട്ടിൽ വെച്ച് മാനേജ് ചെയ്തോളും അവർ. ഗട്ടിൽ വെച്ച് വലിയ പ്രശ്നമുണ്ടെങ്കിൽ അത് ഛർദ്ദിക്കും, അല്ലെങ്കിൽ വയറിളക്കം, എന്താണെങ്കിലും അത് അവിടുന്ന് മാനേജ് ചെയ്യും. അവിടെ ഫ്രീ ആയാൽ മാത്രമേ അവർ ഫ്രീ ആവുള്ളൂ. ഈ ജോലിയുള്ളവർ തന്നെ വേണം നമ്മുടെ റിപ്പയർ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ. അതിന് കുറച്ച് ഫ്രീഡം ആണെങ്കിൽ റെസ്റ്റ് വേണമെന്ന്, എന്നാലേ റിപ്പയർ വർക്കും ശരീരത്തിൽ നടക്കുള്ളൂ. അതുകൊണ്ട് എന്താണെങ്കിലും ഗട്ട് ഹെൽത്ത് ഈസ് ദ പ്രൈം ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ ഗട്ട് ഹെൽത്തിനെ പോലെ തന്നെ ഇപ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യുന്നതാണ് നമ്മുടെ ബയോ ഹാക്കിങ്, അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്, പിന്നെ മൈൻഡ്ഫുൾനെസ്. ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ആയുർവേദത്തിൽ എത്രയോ കാലം മുന്നേ തന്നെ പറഞ്ഞു വെച്ച കാര്യങ്ങളിലെ പുതിയ പേരിട്ട് വിളിക്കുക എന്നല്ലേ ഉള്ളൂ ശരിക്കും. അതിൻ്റെ കഷ്ണങ്ങളാണെന്ന് പറയാം. അതൊരു ഇപ്പം ഫാസ്റ്റിംഗ് ഒക്കെ ഇപ്പം എല്ലാവരും ചെയ്യണോ? അതിന് എത്ര അളവിൽ ചെയ്യണം? ലംഘനമൊക്കെ കൃത്യമായിട്ടൊരു കണക്ക് പറഞ്ഞിട്ടുള്ള ലംഘനങ്ങളാണ്. അത് നിർത്തേണ്ടത് ലംഘനത്തിന് ഇപ്പം ഒരു പൂർണ്ണത എത്തുന്നത് ഏത് അവസ്ഥയിലാണ്? അതിന് ലക്ഷണങ്ങളുണ്ട്. ഇത് ഇന്ന അവസ്ഥകൾ വന്നാൽ ആ ശരീരത്തിൽ ലംഘനം നടന്നു, ഇനി ചെയ്യേണ്ടത് ബ്രഹ്മണമാണ്. അങ്ങനെ കൃത്യമായിട്ട് ഒരു പാറ്റേൺ ഉണ്ട്. എല്ലാവരിലും അത് ചെയ്യണോ? അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചെയ്യേണ്ടവരിൽ ചെയ്യേണ്ടതും എല്ലാവർക്കും കൂടി ഒരു എഴുതി വെച്ച സാധനമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല. കാരണം നമ്മൾ രണ്ടാളും എക്സ്പീരിയൻസ് ചെയ്തതും, നമ്മൾ രണ്ടാളും വളർന്നു വന്നതും, നമ്മൾ രണ്ടാളും കഴിച്ച ഭക്ഷണവും, നമ്മൾ രണ്ടാളും ചെയ്ത പ്രവർത്തികളും വ്യത്യസ്തമാവുന്ന അവിടത്തോളം കാലം നമുക്ക് രണ്ടാൾക്കും ഒരു മരുന്ന് പറ്റുമെന്നുള്ളത് ശരിയാണ് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഫാസ്റ്റിങ്, ഒരു ടൈപ്പ് ഓഫ് ബയോ ഹാക്കിങ് പറ്റുമോ? അങ്ങനെ എല്ലാവർക്കും കൂടിയുള്ള ഒരു ഒറ്റ സാധനം ആയുർവേദത്തിലില്ല, അത് ഉറപ്പുള്ളതാണ്. ഇതിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. ഇതിൻ്റെയൊക്കെ ബേസ് കൺസെപ്റ്റുകൾ അതിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊരു പൂർണ്ണതയിലാണ് ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ കാണാം മെഡിറ്റേഷൻ. ആക്ച്വലി യോഗ കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ് യോഗ. അപ്പോൾ യോഗ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും യോഗയല്ല, ഇത് മെഡിറ്റേഷനാണ്. യോഗ നമ്മൾ പറയില്ല, അത് മെഡിറ്റേഷനാണ്. അത് കറക്റ്റ് യോഗ പോസ്റ്റേഴ്സൊക്കെ വെച്ചിരിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, അതായത് പലർക്കും പല ഡിഫറെൻറ്റ് കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും ആയുർവേദം ഒരു ശീലമാക്കി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ ആ ഒരു റൂട്ടീൻ തുടങ്ങുമ്പം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇന്നെന്ന 2-3 കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഭക്ഷണത്തിൽ തന്നെയാണ്. ഭക്ഷണം, ജീവിതശൈലി. നമുക്ക് ആയുർവേദത്തിലൊക്കെ ദിനചര്യ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ചാപ്റ്റർ തന്നെയാണ്. രാവിലെ എപ്പോൾ നീക്കണം, ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠയിൽ എന്നാണ് പറയുന്നത്. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നീക്കണം എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ലൈഫ് സൈക്കിൾ അങ്ങനെ ആയിരുന്നു. നമ്മൾ ഇന്ന് നീറ്റിട്ട് നമ്മുടെ ഈ സൗകര്യങ്ങൾ ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തിയല്ല ഒരു സിംഹത്തിൻ്റെയോ അല്ലെങ്കിൽ രാത്രി ഇര പിടിക്കാൻ ഇറങ്ങുന്ന ജീവികളുടെ കാഴ്ചശക്തി. അന്ന് നമ്മൾ വെളിച്ചം കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഓടി ഗുഹയെ കയറിയിരിക്കും അല്ലേ? നമ്മുടെ ജീവൻ പ്രധാനമായിരുന്നു. നമുക്ക് ഒരു ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ അവിടേക്ക് അവരെത്തും. മിണ്ടാതെ പേടിച്ചിരുന്നോളണം. ഒരു ഇരുട്ടുള്ള ഒരു കൂട്ടത്തിൽ മിണ്ടാതെ ഒരു സൈഡിലിരിക്കുന്ന നിങ്ങൾ ആ സമയത്ത് കടന്നുറങ്ങിയിട്ടുണ്ടാവുമെന്ന്. അതല്ലാതെ വേറെ വഴി അങ്ങനെ
പരിണാമം സംഭവിച്ചു വന്നൊരു തലച്ചോറ് ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെയല്ല ജീവിക്കാൻ പോകുന്നത്. എത്ര ജനറേഷൻ അങ്ങനെ ജീവിച്ചു വന്നു. പെട്ടെന്ന് നമ്മളൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ തലച്ചോറിന് സാധിക്കുന്ന മാറ്റമാണോ? പീനിയൽ ഗ്ലാൻഡിന് അറിയില്ല, ഇരുട്ടായി അതിന് ഡൊപ്പാമിൻ്റെ റിലീസ് വരുന്നു, അത് സ്വാഭാവികമായിട്ട് ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഈ മനുഷ്യൻ എന്താണെന്നാവോ, ഇയാൾ കിടക്കണമില്ല, വെളിച്ചും പോണില്ല. അതിനൊരു പാനിക്കല്ലേ ഉണ്ടാവുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളൊരു മനുഷ്യനല്ലാന്ന്. ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ആര്യന്മാർ ചേർന്ന് അതിൻ്റെ സെൽസ് എത്രയോ പഴക്കമുള്ള സെൽസാണ്. ആ DNA എത്രയോ കണ്ടു വളർന്ന DNA ആണ്. ഇന്ന് നമുക്ക് പെട്ടെന്ന് ചാടി നീറ്റിട്ട് ഇന്ന് മുതൽ ഞാൻ രാത്രി ഉറങ്ങുന്നില്ല, രാവിലെയാണ് ഉറങ്ങാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിനൊരു ആഘാതം തന്നെയാണ് ഉണ്ടാക്കാം. അപ്പോൾ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്, ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു മാനിൻ്റെ കാലിൻ്റെ കഷ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഓടിച്ചിട്ട് അധ്വാനിച്ച് പിടിച്ചാൽ തന്നെ നടക്കുമായിരുന്നുള്ളൂ. അതിനുള്ള അധ്വാനം ചെയ്ത് അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിച്ച മൃഗങ്ങളോട് തല്ലുകൂടി അത് വാങ്ങണമായിരുന്നു. അല്ലെങ്കിൽ ഒരു മരത്തിൽ കയറി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അതിന് അവൈലബിലിറ്റി ഉണ്ടാവില്ല. നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു ദിവസം പെട്ടെന്ന് നമ്മൾ പറയുകയാണ് ഇന്ന് മുതൽ ഞാൻ ഇരിക്കുകയാണ്, എനിക്ക് അതിന് പൈസ കിട്ടുന്നു, ഞാൻ അതുകൊണ്ട് ഇനി ജീവിക്കുള്ളൂ, ഞാൻ എൻ്റെ ശരീരം ഇളക്കില്ല. അത് നിങ്ങൾ കാണിക്കുന്നത് ശരീരത്തിനോട് വലിയ ഒരു ആഘാതം തന്നെയാണ്. അത് നേരിടാൻ ശരീരത്തിന് പറ്റുമോ? ഇല്ല. അതൊരു രോഗമുണ്ടാക്കാൻ സാധ്യതയില്ല. ഉണ്ട്, അത് രോഗമുണ്ടാക്കും. അപ്പം ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ജീവിതം, ഭക്ഷണം, എക്സസൈസ്, ഉറക്കം എന്നുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ ആയുർവേദം മനസ്സിലാക്കിയെന്ന്. ഇത്രയുള്ളൂ ആയുർവേദവും. വലിയ മാറ്റമൊന്നുമില്ല. ജീവിത ശൈലിയാണ് ആയുർവേദം പഠിപ്പിക്കുന്നത്. പക്ഷേ ആര്യൻ സാറ് ഇപ്പം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചികിത്സ ആയുർവേദത്തിലുണ്ട്. പക്ഷേ എന്നാൽ പോലും ആളുകൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വരുന്നതൊക്കെ കർക്കിടക ചികിത്സ ചെയ്യാനാണ്. കർക്കിടകത്തിൽ മാത്രമല്ല ചികിത്സ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ കർക്കിടക ചികിത്സനെ വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ ഇല്ലേ? നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ട് കർക്കിടക ചികിത്സ ചെയ്യുന്ന സ്ഥാപനങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ വലിയ പേയ്മെൻറ്റ് ഇട്ടിട്ടും വലിയ രീതിയിൽ സ്കാമും കർക്കിടക ചികിത്സേൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വാർത്തകൾ ഇങ്ങനെ അറിയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ? ഇപ്പം വസന്തത്തിന്, ഗ്രീഷ്മത്തിന്, വർഷം, ഹേമന്തം, ഇങ്ങനെ ഓരോ സീസണും എന്തെല്ലാം കഴിക്കണം, എന്തെല്ലാം കഴിക്കാൻ പറ്റില്ല, എന്തെല്ലാം വ്യായാമാർക്കൊക്കെ ചെയ്യാം, വ്യായാമാർക്കൊക്കെ ചെയ്യാൻ പറ്റില്ല, എന്തെല്ലാം സ്പെസിഫിക്കലി ഇപ്പോൾ കടുക്ക പോലുള്ള കാര്യങ്ങൾ ഓരോ സീസൺ അനുസരിച്ച് എന്തൊക്കെ കഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രത്യേകമായിട്ട് ഋതുചര്യ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററിനെ നമുക്ക് പറയുന്നുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഓരോ ഋതുക്കൾക്ക് എങ്ങനെ, അതിൽ ഒരു പോയിന്റ് മാത്രമാണ് ഈ പറയുന്ന കർക്കിടക ചികിത്സയുടെ കാര്യം പറയുന്നുള്ളൂ. അത് വർഷ ഋതുചര്യയിൽ എന്തൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് അഗ്നി കുറവായിരിക്കും, ഭക്ഷണം എങ്ങനെ ലഘുവായിട്ട് കഴിക്കണം, രോഗങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കർക്കിടക കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് ശരിക്കും അതിന്റെ കണ്ടൻസ് എടുത്താൽ മനസ്സിലാവും നമ്മളുടെ ദഹനശക്തിനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻസ് ആണ്. കാരണം അത്രയും ലഘുവായിട്ട് കഴിക്കാൻ പാടുള്ളൂ ഭക്ഷണം. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നിട്ട് അവർ ബിരിയാണി സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കർക്കിടക കഞ്ഞി കുടിക്കും, വൈകുന്നേരം ഒരു ബീഫ് ബിരിയാണി കഴിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സീസണിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് കർക്കിടക കഞ്ഞി. കാരണം ആ സമയത്ത് ഒന്നാം തരം മഴയായിരിക്കും, നമ്മളുടെ വിശപ്പ് എന്ന് പറയുന്നത് അത്ര ഉണ്ടാവില്ല. അപ്പോൾ ആ വിശപ്പ് കുറയുന്ന സമയത്ത് ദഹിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിശപ്പിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് കർക്കിടകക്കഞ്ഞി ഉള്ളത്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കർക്കിടകക്കഞ്ഞി നല്ലതാണ് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ബാക്കി ഫുഡിന്റെ കൂടെ ഈ കഞ്ഞിയും കൂടി കുടിക്കുന്നു. അതെ, ഇപ്പൊ രാവിലെ ആയി കഴിഞ്ഞാൽ അവര് സാമാന്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കും. കർക്കിടക കഞ്ഞി കുടിക്കേണ്ടത് ദഹിച്ചോളും, കർക്കിടക കഞ്ഞി കുടിക്കും, വൈകുന്നേരം വീണ്ടും എന്തെങ്കിലും ബിരിയാണി കാര്യങ്ങൾ കഴിക്കും. അങ്ങനെയല്ല, ശരിക്കും ആ സീസണിൽ കഴിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അതിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളെ ഏകോപിപ്പിച്ച് ഒരു കഞ്ഞി രൂപത്തിലാക്കിയിട്ട് നമ്മളുടെ ദഹനശക്തിനെയും അതുപോലെ നമ്മുടെ രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ രീതിയിലാണ് കർക്കിടകം. അതിനിപ്പോൾ ബിസിനസ് ആയതിൻ്റെ കാര്യം ഇതാണ്, പുറത്തുനിന്നുള്ള ആൾക്കാർ കൂടുതലും വന്നു തുടങ്ങിയപ്പോഴാണ് അതൊരു വേറെ ബിസിനസ് ലെവലിലേക്ക് പോയത്. എല്ലാ ചര്യകളിലും ശരിക്കും ആയുർവേദം പറയുന്നുണ്ട് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ. SRD ഹോസ്പിറ്റലിൽ കർക്കിടക ചികിത്സ നടത്തുന്നുണ്ട്. ബേസിക്കലി പുലാവന്തോൾ SRD എന്നുള്ളത് നമ്മൾ റീബ്രാൻഡ് ചെയ്തിരുന്നു. പുലാവന്തോൾ മോസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ റീബ്രാൻഡ് ചെയ്തു. കറക്റ്റ് ചികിത്സ നടത്താറുണ്ട്, പക്ഷേ ഇപ്പോഴൊന്നും നമുക്ക് അതിന് റൂംസ് അവൈലബിൾ ആവാറില്ല. കറക്റ്റ് ചികിത്സ സാധാരണ നമ്മൾ എടുക്കുന്നത് ബുദ്ധിമുട്ടാവാറുണ്ട്. കാരണം ഞങ്ങൾ ബേസിക്കലി ഇപ്പം ഈ ജനറ്റിക് ഡിസോർഡർ ചെയ്യണതിന് മുന്നേ തന്നെ
ഞങ്ങൾ കുറേ ന്യൂറോളജിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും സ്ട്രോക്ക് റീഹാബിലേഷൻ ആണെങ്കിലും അങ്ങനത്തെ കുറേ വർക്കുകൾ നമ്മൾ ചെയ്തു വന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേഷ്യൻ്റ് ബേസ് ആണ് കൂടുതൽ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടൂറിസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി സുഖചികിത്സ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ചികിത്സയിലേക്ക് ഫോക്കസ് വരേണ്ട ആവശ്യം വന്നില്ല. മറ്റേ കുറച്ചും കൂടി ചാലഞ്ചിങ് ആണ്, കുറച്ചും കൂടിയും ഒരു ബിസിനസ് സാറ്റിസ്ഫൈങ് ആണ്. ആളുകൾക്കായിരിക്കും മറ്റേത് കുറച്ചും കൂടി. അപ്പൊ ഞാൻ പലപ്പോഴും ചിലപ്പോൾ പറയാറുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, പ്രത്യേകിച്ച് സുഖചികിത്സയൊക്കെ ആണെങ്കിൽ എടുത്തോടെ എടുക്കണ്ട, അത് അവർ വേറെ എവിടെയും ചെയ്തോട്ടെ. അല്ല ഒരു എനിക്ക് തോന്നുന്നത് സാധാരണ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ സ്ട്രോക്ക് അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി എന്നൊക്കെ പറയുന്ന ടേംസ് കേൾക്കുമ്പോൾ തന്നെ ആരും ആയുർവേദത്തിനെ പറ്റി ചിന്തിക്കുക കൂടിയില്ല. സ്ട്രോക്ക് എന്നൊക്കെ വേറെ കുറെ പേരുകളുണ്ട്. അല്ല, അപ്പം ഈ പറഞ്ഞ പോലെ കർക്കിടക ചികിത്സയോ അല്ലെങ്കിൽ സുഖചികിത്സ, ഒരു ഒഴിച്ചില് എന്നൊക്കെയാണ് ആയുർവേദത്തിനെ എപ്പോഴും കണക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെയൊരു ജനറ്റിക് ഡിസോർഡേഴ്സ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യാൻ അതിലേക്ക് എങ്ങനെയാ ശരിക്കും എത്തിച്ചേരുന്നത്? ഈ ഒരു ഗതികേട് ഞങ്ങൾ ചെയ്തിരുന്ന ഏരിയ, ഇപ്പം ഞങ്ങൾ ഗർഡ് ചെയ്യാറുണ്ട്, ഞങ്ങൾ IBS ചെയ്തിരുന്നു, ഞങ്ങൾ ഡിമെൻഷ്യ ചെയ്തിരുന്നു, ഞങ്ങൾ അൾഷിമേഴ്സ് ചെയ്തിരുന്നു, ഞങ്ങൾ പാർക്കിൻസോണിസം ചെയ്തിരുന്നു. ഞങ്ങൾ കംപ്ലീറ്റ്ലി വ്യത്യാസമുള്ള മേഖലകൾ ചെയ്തുകൊണ്ടിരുന്നതാ. ഞങ്ങൾ ആ സമയത്തും CP ചെയ്തിരുന്നു, മറ്റേ GDD ചെയ്തിരുന്നു, ഗ്ലോബൽ ഡെവലപ്മെൻറ്റിൽ ഞങ്ങൾ ചെയ്തിരുന്നു. ഞങ്ങൾ ചെയ്യാത്തതല്ല, പക്ഷെ അതിൻ്റെയൊക്കെ എണ്ണം വളരെ കുറവായിരുന്നു. മാൽപ്പയുടെ കേസ് വന്നപ്പോഴാണ് ഈ GDD ആണ് അല്ലെങ്കിൽ AGC1 ഡെഫിഷ്യൻസി ഒരു ജനറ്റിക്കൽ ഡിസോർഡർ ആണ്, അപ്പം അതിലെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ള കേസുകൾ തന്നെയാണ്. അതിൻ്റെ ടെർമിനോളജി ഒരു പേടിപ്പിക്കേണ്ട ടെർമിനോളജി ആവേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ജനറ്റിക്കൽ ഡിസോർഡറിൽ തന്നെ റെറ്റ് സിൻഡ്രോം ചെയ്യുന്നുണ്ട്, വെസ്റ്റ് സിൻഡ്രോം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ ഇപ്പോൾ ഡ്യൂക്കൻസ് മസ്കുലർ ഡിസ്ട്രോഫീസ് ചെയ്യുന്നുണ്ട്, ലിംബ് ഗർഡിൽ മസ്കുലർ ഡിസ്ട്രോഫി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ SMA സ്പൈനൽ മസ്കുലർ അട്രോഫി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു ടൈപ്പ് 2 അവിടെ അഡ്മിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ടൈപ്പ് രോഗങ്ങളെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ടി വന്നു, അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വന്നു. അത് ഈ കേസ് വന്നതുകൊണ്ടും അതിനൊരു മീഡിയ അറ്റൻഷൻ വന്നതുകൊണ്ടും അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് അതിനെ കൂടുതൽ പഠിക്കേണ്ടി വന്നു, അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു ടൈം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല ഞങ്ങളുടെ മേഖല, ഞങ്ങൾ പല ആയുർവേദത്തിൽ ശരിക്കും ഈ അസുഖങ്ങളൊക്കെ ഈ പേരുകൾ വെച്ച് തന്നെയാണ് വിളിക്കാറ്, അതോ ഇതിനൊക്കെ സെപ്പറേറ്റ് ടെർമിനോളജി നമുക്ക് ഏതും ഉപയോഗിക്കാമല്ലോ, അതിന് ഒരു അതിർവരമ്പുകളില്ല. അവരെ ഒരു ഡയഗ്നോസിസിൽ എത്തിക്കണം എന്നുള്ളത് മാത്രമേ നിർബന്ധമുള്ളൂ. ആ ഡയഗ്നോസിസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് ചികിത്സ, അതിനൊരു പേരാവശ്യമില്ല. പൊതുവിൽ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് ആയുർവേദം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി എല്ലാ സൈഡും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ USC ആണെങ്കിലും ഈ പറയുന്ന ബ്ലഡ് റിപ്പോർട്ട്സ് ആണെങ്കിലും ഈ പറയുന്ന എല്ലാ സ്കാൻസ് ആണെങ്കിലും എല്ലാം അസസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്ക് എത്തുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് പഴയ പോലെ നാടി പിടിച്ച് ആ ഒരു കൺസെപ്റ്റ് അല്ല. നമ്മൾ ഇപ്പോഴുള്ള എന്തെല്ലാം ടെക്നിക്സ് ഉണ്ടോ, സ്കാനിങ്സ് ആണെങ്കിലും എക്സ്റേസ് ആണെങ്കിലും എന്തെല്ലാം ടെക്നിക്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളും അപ്ഡേറ്റഡ് തന്നെയാണ്, നമ്മൾ അപ്ഡേറ്റഡ് അല്ലാണ്ട് പോകുന്നില്ല. പക്ഷേ ഇപ്പം ജെൻസിയിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ റൂട്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ റൂട്ടുകളിലേക്ക് തന്നെ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. അതായത് ആയുർവേദത്തിൽ കൃത്യമായിട്ടുള്ള ഫലം ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു തലമുറ കൂടി ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പം വലിയൊരു ഗ്രോത്താണ് ശരിക്കും ആയുർവേദത്തിനുള്ളത്. പക്ഷേ ജെൻസി ആണെങ്കിൽ തന്നെ ഇപ്പോൾ വെൽനെസ്സിലും അതുപോലെ സ്കിൻ കെയർ പ്രോഡക്ട്സിലേക്കൊക്കെ വലിയ രീതിയിൽ മാറുന്നുണ്ട്. സ്വന്തം ഒരു സെൽഫ് കെയറിലേക്കൊക്കെ അവർ വലിയ രീതിയിൽ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ പല ആളുകളും വൈറ്റനിങ് ക്രീമൊക്കെ ഉപയോഗിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ബാഡ് എഫക്ട്സ് ഇപ്പം നമുക്കറിയാം. കേരളത്തിൽ തന്നെ ഒരുപാട് കേസുണ്ട്. അത് നമുക്ക് ലിവറിന് ദോഷം വരുന്ന രീതിയിലുള്ള ക്രീമുകളുണ്ട്. അങ്ങനെ അപ്പോൾ ആളുകൾക്കാണെങ്കിൽ തന്നെ ഒരു മോഡേൺ മെഡിസിനോടാണെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഭയമുണ്ട്. അപ്പം ആയുർവേദത്തിൽ ഇങ്ങനെ ഈ ഒരു സ്കിൻ കെയർ ആണെങ്കിലും ഇതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ? നിങ്ങളിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആണ് ഗ്ലൂട്ടാത്തിയോൺ. ഗ്ലൂട്ടാത്തിയോൻ്റെ ആക്ഷൻ എങ്ങനെയാണ്? ഇത് ആക്ച്വലി ലിവർ ക്ലീൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ലിവർ നമ്മുടെ ഫേസിൻ്റെ ഒരു ഡിപ്പെൻഡഡ് ആയിട്ട് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ സ്കിന്നിൽ എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് പബ്ലിക് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഈ ജെൻസിയുടെ ആക്ഷൻസ് വന്നപ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലായത്. പക്ഷേ ഈ ഗ്ലൂട്ടാത്തിയോൺ ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യില്ലേ? ലിമിറ്റ് ഉണ്ടല്ലോ, എന്തിനും ഒരു ഡോസേജ് ഉണ്ട്, എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്.
അപ്പോൾ ഫ്രീക്വൻലി നമ്മൾ എന്തെങ്കിലും ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാലുവേഷന് വേരിയേഷൻ വരുമ്പോഴോ നിങ്ങൾ ലിവർ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരുടെ ഫേസ് ഒന്ന് നോക്കിയാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അങ്ങനെ ഓരോ ഇൻറ്റേർണൽ ഓർഗൻസും ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്കിന്നും കൂടെ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ആയുർവേദം ഒരു വോൾസം പ്രോഡക്റ്റാണ്, ഒരു സിംഗിൾ സ്കിൻ കെയർ എന്നുള്ളതിലപ്പുറം കുറച്ചും കൂടെ ഒരു വോൾസം ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വോൾസം ആയിട്ടാണ് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്കിന്നിൻ്റെ കേസിലാണെങ്കിലും നമ്മളെ ബോഡി സ്കിന്നിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോഴും ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും നമ്മൾ കൊടുക്കും. ഒരിക്കലും എക്സ്റ്റേണലി മാത്രമല്ല. ജെൻസിയുടെ കേസിലാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സ് ആയിട്ടുള്ള ഒരു കഷായോ അല്ലെങ്കിൽ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള സാധനം കൂടെ നമ്മൾ പറയുന്ന കൂട്ടത്തിൽ ഫേഷ്യൽ പൗഡറും കൂടെ നമ്മൾ കൊടുക്കും. അപ്പോൾ അതൊരിക്കലും ഫേഷ്യൽ പൗഡറിൻ്റെ മാത്രം എഫക്റ്റിൽ കിട്ടുന്ന ഒരു കാര്യത്തിലപ്പുറം ഇൻറ്റേർണലിയും കൂടെ അവർ കഴിക്കാൻ റെഡിയാണ്. ഇപ്പോൾ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും അവർ റെഡിയാണ്. അവരുടെ ഇപ്പോൾ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് വരുന്ന ഫേസിലുള്ള ബുദ്ധിമുട്ട് അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പൗഡർ കൊണ്ടോ ഒരു ഫേഷ്യൽ ക്രീം കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ലിവർ ഡാമേജ് ആവുകൊണ്ട് ഫേസിൻ്റെ പുറത്ത് വരുന്ന ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ അത് ലിവർ കറക്റ്റ് ചെയ്താൽ അത് കറക്റ്റ് ആവും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും ഈ ഒരു ഐഡിയയും ജെൻസി പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. ജെൻസിയുടെ അടുത്ത് നമ്മൾ പറയുകയാണ് നിങ്ങളൊന്ന് LFT എടുത്ത് നോക്കൂ, LFT വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിക്കാം. അപ്പോൾ അത് പറയുമ്പോൾ ജെൻസി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ ജെൻസി ഏറ്റവും പുതിയതായിട്ടുള്ള ആൾക്കാർ ഒരു കൃത്യമായിട്ട് റിസൾട്ട് എടുത്തിട്ട് ഇപ്പോൾ അനീമിയ കാരണം കൊണ്ട് മുടി ഒഴിച്ചിൽ വരുന്നു നമ്മൾ അവരോട് വരുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതിൻ്റെ മുകളിലുള്ളൊരു ജനറേഷനാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷനും കുഴപ്പമില്ല, അതിൻ്റെ ഇപ്പോൾ ഈ നമ്മുടെ പ്രായത്തിലുള്ള ഒരു 10, 30, 35, 40 ആ ഒരു പ്രായത്തിലുള്ളവരും വലിയ ബുദ്ധിമുട്ടൊന്നും, അതിൻ്റെ മുകളിലുള്ള കുറച്ചും കൂടിയും പ്രായം കൂടിയവരാ തോന്നുന്നുണ്ട്. കുറച്ചും കൂടിയും ആയുർവേദം ഔട്ട്ഡേറ്റഡ് ആണ് അല്ലെങ്കിൽ ആയുർവേദം വളരെ സ്ലോ ആണെന്നൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ കൺസെപ്റ്റ് മാറി വരുന്നുണ്ട്. ഒരു കുറച്ചും കൂടിയൊക്കെ നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. നമുക്ക് അതിന് ഡിപ്പെൻഡഡ് ആയിട്ട് 2 പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ താമ്പൂലാതി കേരം, 2 ഫേഷ്യൽ പൗഡർ. ഇതാണ് നമ്മളുടെ സൈഡിൽ നിന്ന് പ്ലാന്തോമോസ് മാത്രം അവൈലബിൾ ആയിട്ട് 2 പ്രോഡക്റ്റ് അതാണ്. നമ്മൾ ഇതിന് ഡിപ്പെൻഡഡ് ആയിട്ടേ കൊടുക്കുകയുള്ളൂ. ഒരിക്കലും അത് മാത്രം കഴിച്ച് മാറുക അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ കൊടുക്കാറുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ കാരണത്തിനാണ് ചികിത്സ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസ്കളറേഷനോടെ വന്നു? കൊളസ്ട്രോൾ കൊണ്ടാണോ, തൈറോയിഡ് കൊണ്ടാണോ, ലിവർ കൊണ്ടാണോ, മറ്റ് എന്താണ് അവിടെ സ്കിന്ന് നന്നാക്കാൻ ചെയ്യേണ്ടത്? അതിനാണ് ചികിത്സ. നമ്മൾ ചായയിൽ പഞ്ചസാര ഇടുന്ന പോലെ ചായ കുടിക്കണം, ഒരു മധുരം വേണമെങ്കിൽ പഞ്ചസാരയും കൂടി ഇടണം എന്നുള്ള പോലെ നമ്മൾ ഇൻറ്റേർണലി കൊടുക്കുന്ന പോലെ തന്നെ എക്സ്റ്റേണലി നമ്മൾ കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഒരു 100 വർഷത്തെ ലെഗസി പറഞ്ഞു, അതിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇത്രയും ക്ലിനിക്സ് എന്നുള്ളൊരു ലെവലിലേക്ക് വളർന്നു വരികയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫണ്ട് റേസിങ്ങോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിനെ നമ്മൾ 3 ക്ലിനിക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക്കലി ഒരു ക്ലിനിക്ക് ഉണ്ട്. അതുപോലെ കോസ്മെറ്റിക്സിൻ്റെ ഒരു സ്പെസിഫിക്കലി ക്ലിനിക്ക് ഉണ്ട്. അതുപോലെ ജെനറ്റിക്കലി ഇപ്പോൾ PMIC പോലെ ക്ലിനിക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനെ പബ്ലിസൈസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രാഞ്ചൈസികൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നിയർലി 125 ഫ്രാഞ്ചൈസിക്ക് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ആസ് നമുക്കൊരു സപ്പോർട്ടാണ്, പബ്ലിക്കിനും അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു 10-15 വർഷം, ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത്. അത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ സൈൻ ചെയ്തേക്കുന്ന മൊത്തം ഒരു 3 to 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ 125 ഫ്രാഞ്ചൈസീസ് എന്നുള്ള രീതിയിലാണ് സൈൻ ചെയ്യുന്നത്. ഫ്രാഞ്ചൈസി ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ ടീമുമായിട്ട് ആണ്, ഗ്രൂപ്പുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്തേക്കുന്നത്. BNI ത്രൂ കിട്ടിയതാണ്. ഇപ്പോൾ BNI ആക്ച്വലി ഇതിൻ്റെ പാർട്ട്, ഇതിൻ്റെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനും ഇതിൻ്റെ ഒരു ബ്രിഡ്ജാണ് ആക്ച്വലി BNI എന്ന് പറഞ്ഞ ഒരു റെഫറൽ ഓർഗനൈസേഷനാണ്. ഞാൻ അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സിസ്റ്റം ബിൽഡ് ചെയ്യാനും ഇതിൻ്റെ ഒരു ബിസിനസ് സൈഡ് ഡെവലപ്പ് ചെയ്യാനും നമുക്കത് ഒരുപാട് ഉപകാരം ചെയ്യുന്നൊരു കാര്യമാണ് BNI. ഇതിൽ ശരിക്കും ഇപ്പോൾ ഫ്രാഞ്ചൈസി അപ്രോച്ചിൽ ആർക്കൊക്കെ ഇതിലേക്ക് വരാൻ പറ്റും? ഇപ്പം ഞങ്ങൾ ഫോക്കോ 2 മോഡലാണ് കൂടുന്നത്. ഒന്ന് ഫ്രാഞ്ചൈസി കൊണ്ട് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ്, ഫ്രാഞ്ചൈസി കൊണ്ട് കമ്പനി ഓപ്പറേറ്റഡ്. അപ്പോൾ ഇത് നമ്മൾ ആർക്കാണോ അതിൽ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളതിൻ്റെ ബിസിനസ് സൈഡും അതുപോലെ മാർക്കറ്റിംഗ് സൈഡും യൂസ് ചെയ്യുമെങ്കിലും അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു എന്ന് ഉറപ്പിക്കുന്ന ഒരു വർക്ക് ഉണ്ടല്ലോ, അത് ചെയ്യുന്ന ആൾക്കും ഇതിൻ്റെ ഭാഗമാണ്. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്കിതിൻ്റെ കുറച്ചുകൂടെ സ്പ്രെഡ് വേണം. കാരണം നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങൾ അവിടെ വരുന്ന പേഷ്യൻസിൽ എന്ത് ചെയ്യണം, എന്ത് മരുന്ന് കൊടുക്കണം, എങ്ങനെ അവർക്ക് റിസൾട്ട് എത്തിക്കണം, ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് കേട്ടോ, ഒരു പൂർണ്ണത എനിക്കറിയില്ല. എന്താണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി അതിൽ ഫോക്കസ്ഡല്ല. പ്രധാന ഫോക്കസ് അത് തന്നെയാണ്. ആ പേഷ്യൻറ്റിൽ എങ്ങനെ മരുന്ന് കൊടുത്തൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയണം, അത് നമ്മുടെ കൺട്രോളിലാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത
ഭയങ്കര വലിയ കൺട്രോളുകളൊന്നും. എപ്പോഴും ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പോഡ്കാസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം അവരൊക്കെ പറയുന്ന ഒരു കൺസേൺ എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്കുണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പം പ്രത്യേകിച്ച് ഈ ഹെൽത്ത് കെയർ ഫീൽഡിലൊക്കെ ആയി കഴിയുമ്പം നമ്മൾ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾക്ക് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പം അവിടെ പോയിട്ട് ഇപ്പം SRDയിൽ പോയിട്ടാണ് അല്ലെങ്കിൽ പുലാമന്തോളിൻ്റെ ഇതിൽ പോയിട്ടാണ് എനിക്ക് ഈ ഒരു രോഗം മാറാത്തത് എന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞു തുടങ്ങി, അത് നിങ്ങളുടെ ബ്രാൻഡിനെ വലിയ രീതിയിൽ മോശമായിട്ട് ബാധിക്കില്ല. അപ്പം ഈ ഫ്രാഞ്ചൈസി പെട്ടെന്ന് ഇങ്ങനെ അഗ്രസീവായിട്ട് ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സമയത്ത് അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക? യൂഷ്വലി ഒന്ന് ഞങ്ങൾ നോക്കുന്നത് ഇൻവെസ്റ്റർ അക്വിസിഷൻ ഞങ്ങൾ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സാണോ ആദ്യം നോക്കും. രണ്ട്, ഇതിനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണോ നോക്കും. ഇപ്പോൾ ആരാണെങ്കിലും നമ്മൾ റിഗറസ് ആയിട്ട് ഒരു 1 to 2 months നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ഹൗ വി ആർ ഡൂയിങ്, നമ്മൾ എങ്ങനെയാണ് ഇതിനെ ക്രാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഡോക്ടേഴ്സിനെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു SOP വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളടുത്ത് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഡോക്ടേഴ്സാണ്. ഇപ്പം കൊച്ചി എടുത്ത ഡോക്ടറാണ്, ഇപ്പോൾ ഗുരുവായൂർ നമ്മളോട് സംസാരിക്കുന്ന ഡോക്ടർ, ആലപ്പുഴ ആണെങ്കിലും ഇപ്പം നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ ഡയറക്റ്റ്ലി ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക സ്പ്രെഡ് എന്നുള്ളതിലപ്പുറം ഇതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർ ഡോക്ടേഴ്സാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് പറ്റും, അവർ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ ലെവലിൽ നമ്മളത് കൺഫേം ചെയ്ത് കൊടുക്കും. ഇപ്പം നിങ്ങൾ ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ ആര്യൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരുപാടായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ പുലാമന്തോളിൻ്റെ ടീം ഏതൊരു പുതിയൊരു ട്രീറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പം ബേസിക്കലി ജനറ്റിക് ഡിസോർഡേഴ്സാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അതിൽ വലിയൊരു കമ്മ്യൂണിറ്റി അതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിന് എഫക്റ്റഡ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ മെഡിസിൻ സൈഡും ട്രീറ്റ്മെൻറ്റ് സൈഡും എല്ലാ സൈഡും എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, വാട്ട് ഓൾ ചേഞ്ചസ് വി ക്യാൻ ഡു ഫോർ ദ സൊസൈറ്റി, ആ രീതിയിലുള്ളൊരു വർക്കാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫ്രാഞ്ചൈസികളാണെങ്കിലും ഒരു PMIC എന്നുള്ള ലെവലിലാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. അവർക്കുള്ള റിഗറസ് ട്രെയിനിങ്ങും അതുപോലെ അതിൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ഫോക്കസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്തു. അതൊരു നമ്മുടെ ലൈഫിൽ തന്നെ ഡെയിലി റൂട്ടീനിൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പം പുലമന്തോൾ ഫാമിലീൻ്റെ അല്ലെങ്കിൽ PMICൻ്റെ ഒക്കെ ഒരു 10 വർഷം കൊണ്ട് എന്തായി മാറണം, അല്ലെങ്കിൽ ആയുർവേദ ഇതിലെത്തി നിൽക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പം നമ്മൾ ഓരോ ക്ലിനിക്ക് റീഫോം ചെയ്യുമ്പോഴും, ഇപ്പോൾ PMIC ആണെങ്കിലും കോസ്മെറ്റോളജി ഡിപ്പെൻഡ് ആയ ക്ലിനിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഡിപ്പെൻഡ് ആയ ക്ലിനിക്ക് ആണെങ്കിലും നമുക്കൊരു കമ്മ്യൂണിറ്റിയുടെ വലിയൊരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ, ഇപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് സോൾവ് ദ പ്രോബ്ലം ഇൻ ദ കമ്മ്യൂണിറ്റി, അതാണ് സ്റ്റാർട്ടപ്പ് എപ്പോഴും ചോദിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ ഓരോ ക്ലിനിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫോം ചെയ്യുമ്പോഴും അതിനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കുമ്പോഴും, ഇപ്പോൾ പുലാമന്തോൾ മൂസിൻ്റെ നമ്മളുടെ തന്നെ ഫൗണ്ടേഷൻ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ എക്കണോമിക്കലി ലോവർ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആയുർവേദത്തിൻ്റെ വളർച്ച കൊണ്ടുവരണം ഞങ്ങളിലൂടെ, അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ വലിയൊരു റിസർച്ചിൻ്റെ സൈഡ്, അല്ലെങ്കിൽ കോസ്മെറ്റോളജിയുടെ സൈഡ്, അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ സൈഡിനെ ഗ്രോ ചെയ്യാനും അതിനെ കൂടുതൽ ആൾക്കാർ അത് ഏറ്റെടുക്കാനും പുലാമന്തോൾ മൂസ് വഴി കഴിയണം. പുലാമന്തോൾ മൂസ് എന്നുള്ള പേരല്ല, അത് ആയുർവേദത്തിൻ്റെ പേരിൽ പബ്ലിസൈസ് ചെയ്യപ്പെടണം. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ 10 വർഷത്തിന് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഓരോ ക്ലിനിക്ക് ഫോം ചെയ്യുന്നതും എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുന്നേ ഇപ്പം ചില രോഗങ്ങളൊക്കെ ഇപ്പോൾ ഒരു പപ്പ സിൻഡ്രോമോ ഒരു സോറിയാസിസോ അല്ലെങ്കിൽ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതിനൊക്കെ എല്ലാ കൊല്ലവും ഇപ്പം ഒന്ന് മാറി പിന്നെ അത് റീഅപ്പിയർ ചെയ്യുന്ന അങ്ങനത്തെ സ്വഭാവമുള്ള രോഗങ്ങൾ, അതിലൊന്നൊരു പൂർണ്ണതയിൽ ഇതുവരെ എത്തിയിട്ടുണ്ടാവില്ല. 10 കൊല്ലത്തിലെങ്കിലും അത് പൂർണ്ണമായി മാറ്റി എന്നുള്ള രീതിയിൽ ഒരു എത്തിക്കാൻ പറ്റണം നമുക്ക്. അങ്ങനെ കുറേ രോഗങ്ങൾ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സ്വഭാവം കാണിക്കുന്ന രോഗങ്ങളിൽ ഞങ്ങൾ കാണുന്നുണ്ട്. ആ രോഗങ്ങളിൽ എല്ലാ പ്രാവശ്യവും അതിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്നുണ്ടെന്ന്. പക്ഷെ അത് മാറി മുഴുവനായിട്ടും എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആ രോഗത്തിന് എത്തിക്കാൻ പറ്റണം. കുറേ എണ്ണമൊക്കെ എത്തിയിട്ടുണ്ട്, എന്നാലും അതെ ഞങ്ങൾ ഇപ്പോഴും അതിൻ്റെ ഫോളോ അപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ തുടങ്ങി വെച്ച കുറേ ജോലികളുണ്ട്, അതിലൊക്കെ ഒരു പൂർണ്ണതയിലെത്താൻ കഴിയണം. അങ്ങനത്തെ കുറേ സ്വപ്നങ്ങളും കൂടി. ഈ 10 കൊല്ലം എന്നുള്ളൊരു സമയം ചെറുതാണ്, പക്ഷെ അതുമുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും. എസ്പെഷ്യലി ഇപ്പോൾ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരാളെ ബാധിക്കുകയാണെങ്കിലും അതൊരു ഫാമിലീനെ മൊത്തമാണ് ബാധിക്കുക. അപ്പോൾ അവരുടെ
ആ ഒരു കാര്യത്തിന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അവർക്ക് സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് അവരെ മാറ്റിയെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ രൂപീകരിക്കാൻ പറ്റണം. അപ്പോഴാണ് ആ രോഗത്തിൻ്റെ തീവ്രതയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇൻസെക്യൂർ ആകുമ്പോൾ അവരുടെ ചുറ്റും നിൽക്കുന്ന ഒരു 5 ആളും കൂടെ ഇൻസെക്യൂർ ആവും. അവരെ നോക്കാൻ, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ. അവർക്കൊന്നും ഇപ്പം ഈശ്വർ മാൽപ്പയുടെ കേസിൻ്റെ സമയത്തൊക്കെ നമ്മളൊക്കെ രാത്രി 12 മണിക്കൊക്കെ വിളിക്കും. ഈ കുട്ടീനെ ഒന്ന് മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്ക് ആക്കാൻ പറ്റുമോ? അപ്പം അവരുടെ ഒരു നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് കോമൺ ആണ്. പക്ഷെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആലോചിച്ച് നോക്കുക. അവരുടെ കുട്ടി ഒരു 10 വർഷമായിട്ടോ 7 വർഷമായിട്ടോ കിടക്കുമായിരിക്കും. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അവർ ഡയപ്പറിൻ്റെ ലെവലായിരിക്കും മുന്നോട്ട് പോവുക. അപ്പം അവർക്കൊന്ന് ജസ്റ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആ കമ്മ്യൂണിറ്റീനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നും കൂടെ. ഇപ്പം നമ്മൾ 100 കൊല്ലത്തെ ലെഗസിനെ പറ്റി പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് ഇനിയും ഒരു 100 കൊല്ലം കൂടി മുന്നോട്ട് പോട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് രോഗമുക്തി കൊടുക്കാൻ പുലമന്തോൾ ഫാമിലിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.